അള്ളാഹു അവൻ്റെ മുത്തഖീങ്ങൾ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. മുഅ്മിനീങ്ങളെ, നോമ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഉള്ളടക്കം, അമലുകളുടെ എല്ലാം ഉള്ളടക്കം എന്നത്, അമല് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസൂലിയാത്തിൽ പെടുത്തിയിട്ടില്ല, ഫുറൂഇയാത്തിലാണ് പെടുത്തിയത്. നിസ്കാരമായാലും നോമ്പായാലും എല്ലാം ഫുറൂഇയാത്തിൽപ്പെട്ടതാണ്, ഉസൂലിയാത്തിൽപ്പെട്ടതല്ല. ഫുറൂഇയാത്ത് എന്ന് പറഞ്ഞാൽ മഗ്ഫിറത്ത് ബന്ധപ്പെടുന്നത്, ഉസൂലിയാത്ത് ദീനിൽ നിന്ന് പുറത്തു പോകുന്നത്. ഉസൂലിയാത്തിൽ ചെറിയ സംഭവിച്ചു പോയ ചെറിയ അബദ്ധം പറ്റിപ്പോയ ദീനിൽ നിന്ന് പുറത്തു പോകും. ഫുറൂഇയാത്തിന് മഗ്ഫിറത്ത് ഉണ്ടാവും, ഉസൂലിയാത്തിന് മഗ്ഫിറത്ത് ഉണ്ടാവുകയും ഇല്ല. അപ്പോൾ ശാഖാപരമായ കാര്യങ്ങളാണ് ഫുറൂഇയാത്ത് എല്ലാം. നിസ്കാരം, അതുകൊണ്ടാണ് ഈ ഫുറൂഇയാത്ത് ജനങ്ങളോട് പറയുന്നതിൽ ശറഅ് താമസമെടുത്തത്. അതും തന്നെ ആദ്യമായി നിസ്കാരം ഫർളാക്കിയത് അസ്റിനും സുബഹ്ക്കുമാണ്, പിന്നെ 5 വഖ്താക്കി മാറ്റിയത്. ആദ്യമായി തുടങ്ങിയ നിസ്കാരം അസ്റും സുബഹുമാണ്. പിന്നെ ഇസ്രായിൽ അതിനെ മൻസൂഖാക്കി 5 വഖ്ത് നിസ്കാരമാണ്. ഇസ്രായിന് മുമ്പേ ചെറിയ ഒരു നിസ്കാരമുണ്ട്, അത് അസ്ർ നിസ്കാരം സുബഹ് നിസ്കാരവുമാണ്. അസ്ർ സ്വലാത്തുൽ അംബിയാ, എല്ലാ നബിമാരുടെയും നിസ്കാരമാണ് അസ്ർ. ഇത് വളരെ കൊല്ലങ്ങൾ കഴിഞ്ഞാണ് ദീനിൽ വരുന്നത്. നുബുവത്തിന്റെ 14-ാമത്തെ കൊല്ലമാണ് നോമ്പ് വരുന്നത്. 23-ാമത്തെ കൊല്ലം മുസ്തഫ നബി വഫാത്തായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഞാൻ അത് ദീർഘിപ്പിക്കുകയല്ല, കാര്യങ്ങളെ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനപരമായ കാര്യം അള്ളാഹുവിന്റെ ദിക്ർ ജനങ്ങളിൽ നിലനിർത്തുകയാണ്. അഖ്മിസ് സ്വലാത്ത ലിദിക്രി, എന്റെ ഓർമ്മ നിലനിർത്താൻ വേണ്ടി നിങ്ങൾ നിസ്കാരം നിലനിർത്തുക എന്ന് ഖുർആൻ പറയുന്നു. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അള്ളാഹുവിന്റെ ഓർമ്മ നിലനിർത്തുക എന്നതാണ് മൗലികവും അടിസ്ഥാനവുമായിട്ട് ആരാധനാ കർമ്മങ്ങളുടെ എല്ലാം അടിസ്ഥാനം. അപ്പോൾ ഈ അമലുകളിലൂടെ അബ്ദ് അള്ളാഹുവിനെ ഭയപ്പെടുകയും അവനെ പറ്റി ചിന്തിക്കുകയും അവന്റെ ഹലാലിനെയും ഹറാമിനെയും സൂക്ഷിക്കുന്ന ആളായി തീരുകയും ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ചിന്തിക്കുക. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാ, നിസ്കാരം ചീത്തയെ തടഞ്ഞു തരും എന്ന് ഖുർആൻ. ചീത്ത എന്നാൽ എന്താണ്? ഒരു മനുഷ്യൻ ദീനിൽ നിന്ന് ഒരു മനുഷ്യനെ ശുദ്ധീകരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ചീത്ത ഒരു മനുഷ്യന്റെ ലാദീനിയത്താണ്. അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. അപ്പോൾ നിസ്കാരം എന്തിനു വേണ്ടിയാണ്? ഒരു യഥാർത്ഥ ദീന് ഒരാളിൽ കാണിക്കാൻ വേണ്ടിയാണ്, ഒരാളിൽ ഉണ്ടാകാൻ വേണ്ടിയുമാണ്. അത് ഉണ്ടായിട്ടില്ലെങ്കിലോ നിസ്കാരം യഥാർത്ഥമായ നിസ്കാരം ആവുകയില്ല. നല്ലോണം ചിന്തിക്കണം. കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് മനസ്സിലാവുള്ളൂ. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ചിന്തിക്കുക. സംസ്കാരം, സൽസ്വഭാവം, സംസ്കാരം, ഇതെന്താണ് ദീനിന്റെ? അത് ദീനിന്റെ മർജൂവാണ്, ആഗ്രഹിക്കപ്പെടുന്നതാണ്. മദ്ദീനു യാ റസൂലല്ലാഹ് സഅല സായിലുൻ യാ റസൂലില്ലാഹ്. ഒരാൾ വന്ന് നബിയോട് ചോദിച്ചു, മദ്ദീനു യാ റസൂലല്ലാഹ്, നബിയെ ദീൻ എന്നാൽ എന്താണ്? ഫഖാല, അപ്പോൾ നബി പറഞ്ഞു, അദ്ദീനു ഹുസ്നുൽ ഖുൽഖ്, ദീൻ എന്നാൽ സൽസ്വഭാവമാണ്.
ദീൻ ഒരു സൽസ്വഭാവമാണ്. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ, ചീത്തകളെ എല്ലാം തടയാൻ എന്തിനു കഴിയും? നിസ്കാരത്തിന് കഴിയും. അപ്പോൾ നിസ്കാരം ഒരു മനുഷ്യൻ ദീൻ ഉണ്ടാക്കും. നിസ്കരിക്കുന്നവനാണെങ്കിൽ അവൻ ദീൻ അവനിൽ ഉണ്ടാകും. എന്താ ദീന്? സംസ്കാരം. إنما أنا رسول ربك لأهب لك غلاما زكيا. ജിബ്രീൽ മറിയമിന്റെ അടുത്ത് വന്നു അലൈഹിസ്സലാം. എന്നിട്ട് മറിയമിനോട് പറഞ്ഞു, മറിയമേ, നിനക്ക് ഞാനൊരു സംസ്കാര സമ്പന്നനായ കുഞ്ഞിനെ തരാൻ വന്നതാണ്. അപ്പോൾ ദീനിൽ നിന്ന് ആഗ്രഹിക്കപ്പെടുന്ന കാര്യം ഉള്ള ഒരു കുട്ടി, ആ കുട്ടി നിസ്കാരം കൊണ്ട് ഒരു മനുഷ്യന് കിട്ടേണ്ടത് ജന്മനാ ഉള്ള കുട്ടിയാണ്. ആര്? ഈ കുട്ടി ജനിച്ചപ്പോൾ തന്നെ നിസ്കാരത്തെ പറ്റി പറയുന്നുണ്ട്. ഖാല ഇന്നി അബ്ദുല്ലാഹി ആതാനിയൽ കിതാബ വജഅലനി നബിയ വജഅലനി മുബാറകൻ ഐനമാ കുൻതു വഔസാനി ബിസ്സലാത്തി വസ്സകാത്ത്. നിസ്കാരം സക്കാത്തിന്റെ രണ്ടർത്ഥമാണ്. ഒന്ന് വിശുദ്ധി, വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യ وبرا بوالدتي ولم يجعلني جبارا شقيا السلام علي يوم ولدت ويوم اموت ويوم ابعث حيا. അപ്പോൾ വിഷയത്തിലേക്ക് തിരിച്ചു പോയി. എന്താണ് മുഅ്മിനീങ്ങളെ? ഈ ആരാധന കാര്യങ്ങളുടെ മൗലികമായ ലക്ഷ്യം എന്താണ്? നമ്മളെ ശുദ്ധീകരിക്കുക, നമ്മുടെ തെറ്റൊഴിവാക്കുക, നമ്മുടെ തെറ്റൊക്കെ ഒഴിവാക്കുക. അത് നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്ന മനുഷ്യന്റെ മുന്നിൽ നിസ്കാരം എന്നത് അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിനീൻ, മുഅ്മിനായ മനുഷ്യന്റെ മിഅ്റാജാണ്. മുഅ്മിനായ മനുഷ്യൻ അള്ളാഹുവിലേക്ക് കയറുകയാണെന്നതാണ് എന്നതിന്റെ ലക്ഷ്യം. എന്തിന്റെ ലക്ഷ്യം? നിസ്കാരം. നോമ്പ് എന്ന് പറഞ്ഞാൽ ഇന്ന ലികുല്ലി ശൈഇൻ സ്വലാ സകാ വസകാത്തുൽ ജസദി അസ്സൗം. ഏതൊരു സംഗതിക്കും ശുദ്ധീകരണ പ്രക്രിയയുണ്ട്. ശരീരത്തിന്റെ ശുദ്ധീകരണ പ്രക്രിയ നോമ്പാണ്. ഇന്ന ലികുല്ലി ശൈഇൻ സകാ വസകാത്തുൽ ജസദി അസ്സൗം. തുർമദിയിലുള്ള ഹദീസ്. ഇന്ന ലികുല്ലി ശൈഇൻ സകാ വസകാത്തുൽ ജസദി ഹബീബായ നബി പറഞ്ഞു, ഇന്ന ലികുല്ലി ശൈഇൻ സകാ, ഏതൊരു വസ്തുവിനുണ്ട് ഒരു ശുദ്ധീകരണ പ്രക്രിയ. സകാത്തുൽ ജസദി അസ്സൗം, നോമ്പിന്റെ ശുദ്ധീകരണം, ശരീരത്തിന്റെ ശുദ്ധീകരണം നോമ്പാണ്. ശുദ്ധീകരണം ഉണ്ടായാൽ ദീനുണ്ടാവും. ഇന്നമാ അന റസൂലു റബ്ബികി ലിഅഹബ ലകി ഗുലാമൻ സകിയ. ശുദ്ധീകരിക്കപ്പെട്ട ഒരു കുഞ്ഞിനെ തരാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. മുത്തുനബി വന്നത് യത്ലു അലൈഹിം ആയാതിഹി വയുസക്കിഹിം, ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് മുത്തുനബി വന്നത്. അപ്പോൾ ഇസ്ലാമിന്റെ നിസ്കാര നോമ്പെല്ലാം മനുഷ്യനെ തെറ്റിൽ നിന്ന് ശുദ്ധീകരിക്കാനാണ്. അതാണ് ഇതിന്റെ മൗലികമായ ലക്ഷ്യം. തറാവീഹ് ഒരു മൗലികമായ സംഗതിയല്ല, തറാവീഹ് ഒരു വലിയ സംഗതിയുമല്ല. ആകെ സ്വഹാബികൾ നബിയുടെ കാലത്ത് 3 ദിവസമാണ് തറാവീഹ് നിസ്കരിച്ചിട്ടുള്ളത്. തറാവീഹ് നോമ്പിന്റെ ഒരു മൗലിക ഘടകമല്ല, സുന്നത്താണ്. ചെയ്താൽ കൂലിയുണ്ട്, ചെയ്തില്ലെങ്കിൽ ശിക്ഷ ഇല്ല. ഒന്നാം ദിവസം റസൂലുള്ള വന്നു നിസ്കരിച്ചു, 2-ാം ദിവസം നിസ്കരിച്ചു, 3-ാം ദിവസം നിസ്കരിച്ചു, പിന്നെ നബി വന്നില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പാതിരാത്രി ഏകദേശം ആവുന്നത് വരെ ആളുകൾ മസ്ജിദ് റസൂലില്ല, പള്ളിയിൽ ഇങ്ങനെ ചുറ്റിയടിച്ച് നടന്നോലി. ഇതിനാണ് തനഹ്നഹു എന്നത്. മനസ്സിലായില്ല? തൊണ്ടനക്ക
നബി എവിടെയാണ്? നബി എവിടെയാണ്? വീട്ടിൽ. സഹാബികൾ എവിടെ? പള്ളിയിൽ. 4-ാം ദിവസം നബി വന്നില്ല. ഫതനഹു, അവര് സാന്നിധ്യം അറിയിക്കുക. മനസ്സിലായില്ല, നബി ഇങ്ങോട്ട് ഇറങ്ങി വരുന്നില്ല. അപ്പൊ എന്തായി? അങ്ങനെ പറഞ്ഞ ഓരോരുത്തരും പള്ളിയിൽ കൂടെ അങ്ങനെ നടന്നു. നബി വന്നില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. വന്നത് തന്നെയല്ല. എന്നെ കൊണ്ട് കുറഞ്ഞൊരു ശല്യം ഒഴിവുണ്ടായിരുന്നു കുറച്ച് ദിവസം. എനിക്ക് എന്തോ പറ്റിയോ? എനിക്ക് പറ്റിയത് കൊണ്ടാണ് കുറച്ചു കാലം വരാതിരുന്നതെങ്കിൽ എനിക്ക് പറ്റാൻ വേണ്ടി ദ്വാരക്കാം. അതല്ല, അതൊക്കെ എന്നൊക്കെ പിന്നെ പറയാം. അതല്ല ഇവിടെ വിഷയം. പിറ്റേ ദിവസം സുബഹിക്ക് വന്നപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ കരുതി കൂട്ടി വരാതിരുന്നതാണ്. ഖശീതു അൻ തുഫറദ അലൈക്കും സലാത്തു തറാവീഹ്, സലാത്തു തറാവീഹ് നിങ്ങൾക്ക് ഫർളാക്കുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു, അതുകൊണ്ട് ഞാൻ വന്നില്ല. വൽഹാലു അലാ ദാലിക ഫമാത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ നബി മരിക്കണത് വരെ തറാവീഹ് ഉണ്ടായിട്ടില്ല. ജമാഅത്തായി നിസ്കരിച്ചിട്ടില്ല. ജനങ്ങൾ ഒറ്റക്കൊറ്റക്ക് ഇങ്ങനെ നിസ്കരിക്കും. ഔസാൻ മുത്തഫജൊക്കെ ജനങ്ങൾ ഇങ്ങനെ ഇങ്ങനെ അവിടെയൊക്കെ ഇങ്ങനെ അങ്ങനെ നിസ്കരിക്കും. എന്തില്ല? അബൂബക്കറിന് ഖിലാഫത്തുൽ മുഅ്മിനീന പിന്നെ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ അധികാരം ഏറ്റെടുത്തു. കാര്യം അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ അബൂബക്കർ മരിച്ചു, ഖിലാഫത്ത് ആരിലേക്ക് നീങ്ങി? ഉമറിലേക്ക്. ജനങ്ങൾ അവിടെയും ഇവിടെ ഇങ്ങനെ വേറിട്ട് നിസ്കരിക്കുന്നത് ഉമർ കണ്ടപ്പോൾ ഉമർ പറഞ്ഞു, ലോ ഇജ്തമഅ അലാ ഇമാമിൻ വാഹിദിൻ, ഒരു ഇമാമിന്റെ കീഴിൽ ഇവരെല്ലാവരും കൂടി യോജിച്ച് നിസ്കരിച്ചിരുന്നെങ്കിൽ അതല്ലേ നല്ലത്. അപ്പോൾ ഉബയ്യനോട് പറഞ്ഞു, ഉബയ്യ നാളെ മുതൽ അങ്ങനെ ചെയ്താലോ? ആയിക്കോട്ടെ. ഉബയ്യ പിറ്റേന്ന് നേരത്തെ വന്നു. എല്ലാവരും ഉബയ്യന്റെ പേര് നിസ്കരിക്കുന്നത്. ഉബയ്യ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു മിൻ കാതിബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ ക്ലർക്കായിരുന്നു. ആര്? ഉബയ്യ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. മിൻ അശ്ഹരി ഫുഖഹാഇ സ്വഹാബ, ഏറ്റവും വലിയ ഫിഖ്ഹി പണ്ഡിതനുമാണ് ഉബയ്യ ഇബ്നു കഅബ്. ഉബയ്യ റളിയല്ലാഹു അൻഹു 20 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചു. അന്ന് തുടങ്ങിയതാണ്. ഞാൻ ഇക്കൊല്ലത്തിൽ നിങ്ങളാരും തറാവീന് പോകാതിരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഇതൊന്നൊരു അടിസ്ഥാനപരമായ കാര്യമല്ല. ചെയ്ത കൂലി കിട്ടും. നോമ്പ് തറാവീ ഇല്ലെങ്കിലും നോമ്പുണ്ടാവും, തറാവീ ഉണ്ടെങ്കിലും നോമ്പുണ്ടാവും, തറാവീ ഇല്ലെങ്കിലും നോമ്പുണ്ടാവും. തറാവീ ഇല്ലെങ്കിലും ഉണ്ടാവും എന്ത്? നോമ്പ്. തറാവീ ഉണ്ടെങ്കിലും ഉണ്ടാവും, തറാവീ ഇല്ലെങ്കിലും ഉണ്ടാവും. പക്ഷേ ഹറാമിൽ നിന്ന് മനുഷ്യൻ മോചിതനായിട്ടില്ലെങ്കിൽ നോമ്പുണ്ടാവില്ല. കാരണം ലഅല്ലക്കും തത്തഖൂൻ, ജനങ്ങൾ മുത്തഖീങ്ങളായിത്തീരലാണ് എന്തിൻ്റെ ലക്ഷ്യം? നോമ്പിൻ്റെ ലക്ഷ്യം. അതാണ് പ്രശ്നം. മുത്തഖീങ്ങളായിത്തീരുക എന്നത് തറാവീഹുമായി ബന്ധപ്പെട്ടതേ അല്ല. മുത്തഖീങ്ങളായിത്തീരൽ 2 കാര്യവുമായി ബന്ധപ്പെട്ടതാണ്. അൽ വാജിബു വൽ ഹറാം. വാജിബ് ചെയ്തിട്ടില്ലെങ്കിലും മുത്തഖിയാവൂല, ഹറാമ് ചെയ്താലും മുത്തഖിയാവൂല. അപ്പോൾ നോമ്പിന് 2 കാര്യമാണ് പ്രധാനമായി സൂക്ഷിക്കേണ്ടത്. ഒന്ന്, വാജിബിനെ എടുത്തിൽ പരിഹരിക്കുക, ഹറാമിനെ ഒഴിവാക്കി സൂക്ഷിക്കുക, എന്നിട്ട് നോമ്പ് നോൽക്കുക. അതാണ് യഥാർത്ഥ നോമ്പ്. അപ്പോൾ നമ്മുടെ നിത്യജീവിതത്തിൽ ബന്ധപ്പെടുന്ന എല്ലാ ഹറാമിനെയും നമ്മൾ വർജിക്കാൻ തയ്യാറായാൽ മാത്രമേ നമ്മൾ ശരിക്കും നോമ്പിൽ പ്രവേശിക്കുള്ളൂ. തറാവി നിസ്കരിച്ചുകൊണ്ട് നോമ്പുണ്ടാവില്ല. തറാവി വേറെ, നോമ്പ് വേറെ. നബിയുടെ കാലത്ത് തറാവി ഇല്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ മനുഷ്യന്മാരൊക്കെ ഓരോന്ന് 2 ആളുകൾ നിസ്കരിക്കും, അത്ര തന്നെ. ആദ്യം ഉണ്ടായതോ നിസ്കാരവും സക്കാത്തും കൂട്ടിയാണ് പറഞ്ഞത്. സക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ നിസ്കാരം സ്വീകരിക്കില്ല.
വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഹുനഫാഅ വയുഖീമുസ് സ്വലാത്ത വയുഊത്തുസ് സക്കാത്ത. സലാത്തുൻ ലാ തുഖ്ബലു ഇല്ലാ മഅ സലാസ. മൂന്ന് കാര്യത്തോടു കൂടെ അല്ലാതെ സ്വീകരിക്കുകയില്ല. ലാ തുഖ്ബലു സ്വലാത്തു ഇല്ലാ മഅ സക്കാ. സക്കാത്ത് കടമുള്ളതോടുകൂടെ നിസ്കാരം സ്വീകരിക്കുക. അപ്പോൾ വിഷയത്തിലേക്ക് നമ്മൾ ശരിക്കും തിരിച്ചു വരും. വളരെ ഗൗരവമാണ് കാര്യം. നമ്മൾ ഈ നോമ്പ് എന്ന് പറഞ്ഞുകൊണ്ട് വേഗം നമ്മളെ മനസ്സിൽ വരുന്ന 2-3 കാര്യങ്ങൾ. 1, തറാവീഹ് നിസ്കരിക്കണം. 2, തരിക്കഞ്ഞി, അത്താഴം. നോമ്പ് ഇതൊന്നല്ല. നോമ്പ് നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള ഹറാമിനെ നമ്മൾ ഒഴിവാക്കിയിട്ട് കള പറിച്ച് വലിച്ചെറിയുക. എന്നിട്ട് നമ്മൾ നോമ്പ് വിൽക്കുക. അതാണ് യഥാർത്ഥ നോമ്പ്. ലഅല്ലക്കും തത്തഖൂൻ. ഇതെന്തിനാണ്? ഇത് മനുഷ്യന്റെ ശുദ്ധീകരണത്തിന് വേണ്ടിയാണ്. ഇന്നലി കുല്ലി ഷൈഇൻ സക്കാ. ഏതൊന്നിനും ഒരു ശുദ്ധീകരണമുണ്ട്. വസക്കാത്തുൽ ജസദി അസ്സൗമു. ശരീരത്തിന്റെ ശുദ്ധീകരണം നോമ്പാണ്. അപ്പൊ ആ ശരീരത്തിൽ എന്തൊക്കെ ഹറാമുകൾ ഉണ്ടോ അതെല്ലാം നോമ്പ് കാലത്ത് ഇല്ലാതെയാണ്. അപ്പോൾ നമ്മുടെ നിലപാടുകൾ, രീതികൾ, വീടുകളിലെ നിലപാടുകൾ, രീതികൾ എല്ലാം മാറ്റണം. അതൊക്കെ പ്രശ്നമാണ്. അങ്ങനെ അങ്ങാടി ഷോപ്പിംഗ് എല്ലാം സത്യത്തിൽ നോമ്പ് കാലത്ത് പെണ്ണുങ്ങൾ പുറത്തിറങ്ങാതിരിക്കാൻ വേണ്ടത്. എന്നാൽ ഷാബാൻ അവസാനങ്ങളോടുകൂടെ തുടങ്ങിയതാണ് ഇറക്കം. റമളാൻ കഴിഞ്ഞാലോട് തീരുമില്ല. അതിന്റെ പിന്നിലൊക്കെ ഇബ്ലീസാണ്. അള്ളാഹ് ഒന്ന് പറയും, നമ്മൾ വേറൊന്ന് മനസ്സിലാവും. പാല് എന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, പാല് എന്ന് പറഞ്ഞാൽ എങ്ങനെയെന്ന് ചോദിച്ചു. പാല് എന്ന് പറഞ്ഞാൽ എങ്ങനെയെന്ന് ചോദിച്ചു. ഒരാൾ ചോദിച്ചു പാല് എന്ന് പറഞ്ഞു. മറ്റോ പാല് കണ്ടിട്ടില്ല. അപ്പൊ പാല് എന്ന് പറഞ്ഞാൽ എങ്ങനെയെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഇതാ അക്കാണ കൊക്കുവൽ തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ പാലിനെ മനസ്സിലാക്കിയത് മനസ്സിലായില്ല. ഇങ്ങനത്തെ സാധനം എന്നാണ്. ഇങ്ങനെയാണ് നമ്മൾ ദീനിനെ മനസ്സിലാക്കിയത്. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ല. ഒരാളോട് പാല് എന്ന് പറഞ്ഞു. അപ്പം മറ്റവൻ ചോദിച്ചു, പാല് എന്നാൽ എപ്പടി? പാലെന്താന്ന് എനിക്കറിയില്ല, എന്താ പാല് എന്ന് ചോദിച്ചു. അപ്പൊ എങ്ങനെയെന്ന് പറഞ്ഞു കൊടുക്കാൻ ഇവന് ഒരു വൃത്തം കിട്ടില്ല. അപ്പൊ വരമ്പിൽ കൊക്കിരിക്കുന്നുണ്ട്. അപ്പൊ കൊക്കിനെ ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു, ഏകദേശം അങ്ങനെ തന്നെയെന്നാണ്. ഭാഗികമായി ശരിയാണത്. കാരണം പാലിന്റെ കളർ തന്നെയാണ് കൊക്കിന്റെ കളർ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായത്. അപ്പൊ പിന്നെ രണ്ടാമത്തോൻ എവിടെ പിടിച്ചു അറിയോ? രണ്ടാമത്തോൻ എവിടെ പിടിച്ചു? കൊക്കുമ്മ പിടിച്ചു. അപ്പൊ പിന്നെ പാലെങ്ങനെയെന്നോ മനസ്സിലാക്കി. പാല് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇതാണ് നമ്മൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയത്. നോമ്പ് പറഞ്ഞാൽ എന്താണ്? തറാവീഹ് പള്ളിയൊക്കെ അങ്ങനെ ആക്കും. പള്ളിയിലൊക്കെ വലിയ ഉഷാർ എല്ലാവരും ഉണ്ടാവും. എല്ലാ പള്ളിയും ഓത്തും പാട്ടും ഇതൊക്കെ നടക്കും. അങ്ങനെ നടക്കും. പിന്നെ ഉച്ചക്ക് ഭക്ഷണമൊന്നും നടക്കില്ല. മുസ്ലിങ്ങൾ ഹോട്ടലൊക്കെ പൂട്ടും. അങ്ങനെ. അപ്പൊ ഇതായിക്കോട്ടെ. അങ്ങനെ ഇങ്ങനെയൊക്കെ മനസ്സിലാക്കി. നോമ്പ് നോറ്റിട്ടില്ലെങ്കിലും അത് വിശുദ്ധിയുടെ കാലഘട്ടമാണ്. വിശുദ്ധി വരുത്തുന്നതിന് പഴുതുണ്ടാവില്ല, എന്നാൽ നോമ്പിന് പഴുതുണ്ടാകും. ഒരാൾ യാത്രക്കാരനാണെങ്കിൽ അയാൾക്ക് നോമ്പ് നോൽക്കേണ്ടതില്ല. അതേ സമയത്ത് ആ ഒരു മാസം ഹറാമിനെ ജീവിതത്തിന് പറിച്ചൊഴിവാക്കി നന്നാകാൻ വേണ്ടി അള്ളാഹു നൽകിയ അവസരമാണ്. ആ അവസരം ഉപയോഗപ്പെടുത്തും വേണ്ടി വരും. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. നോമ്പ് ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ ഇതുവരെ ആയിട്ട് മനുഷ്യനിൽ കയറിക്കൂടിയ കളകൾ, ദോഷങ്ങൾ പറിച്ചൊഴിവാക്കാനുള്ള കാലമാണ് എന്ത്? നോമ്പ്. ഒരാൾക്ക് നോമ്പ് ഒഴിവാക്കാൻ ഉദറുണ്ടാവും. നിങ്ങൾ യാത്രയിലോ രോഗത്തിലോ ആണെങ്കിൽ മറ്റു ദിവസം നോമ്പ് നോറ്റനുഷ്ഠിച്ചാൽ മതിയാകും. അപ്പോൾ അതിന് എന്തുണ്ട്? കഴിവുണ്ട്, ഉദറുണ്ട്. എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും മുത്തഖീങ്ങളാകാൻ ശ്രമിക്കുന്ന ഒരു കാലമാണ്. അതോൻ ശ്രമിക്കന്നെ വേണ്ടിയിരുന്നു. ഇതൊരു കാലമാണ്. ഈ മുത്തഖീങ്ങളാവുക എന്നതിന് വേറെ ചില പ്രശ്നമുണ്ട്.
പറഞ്ഞാൽ വ്യക്തിപരമായി മാത്രം ഒരാൾ മുത്തഖയാവൂല. ഒരു ജനത ഒന്നടങ്കം മുത്തഖയാവുമ്പോഴാണ് എല്ലാ നിലക്കും ഒരാൾ മുത്തഖയാവുക. എല്ലാവരും നന്നാകാൻ വേണ്ടി ഒരുങ്ങുന്ന കാലമാണ് ഏത്? നോമ്പ്. അപ്പോഴാണ് പൂർണ്ണമായും നമ്മൾ നന്നാവുക. ചില തിന്മകൾ നമ്മൾക്ക് വ്യക്തിപരമായി ഉള്ളതാവും, ചില തിന്മകൾ സാമൂഹികവുമായിരിക്കും. സമൂഹം നന്നായാലേ ആ തിന്മ ഒഴിവാകുള്ളൂ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ചില തിന്മകൾ വ്യക്തിപരമായിരിക്കും. ഉദാഹരണം പറയാം വീഡിയോ എടുക്കുക, അതൊരു സ്വയം കുറ്റാണ്. ഗീബത്ത് പറയാം, സാമൂഹികമാണ്. മനസ്സിലായില്ല? ബീഡി വലിക്കുക, സിഗരറ്റ് വലിക്കുക, പുക വലിക്കുക എന്നുള്ളത് വ്യക്തിപരമായ ഒരു കുറ്റാണ്. എന്നാൽ ഗീബത്ത് പറയലോ, എന്താ നിങ്ങൾ ഈ നിങ്ങളത് സാമൂഹികമായ കുറ്റാണ്. ബീഡി വലിക്കൽ ഒരാൾക്ക് ഒറ്റയ്ക്ക് നടക്കും, ഗീബത്ത് പറയൽ ഒറ്റയ്ക്ക് നടക്കൂല, കൂടെ വേറെ ആളാണ്. അപ്പോൾ അവൻ നാശായാൽ പോലും നമുക്ക് നന്നാൻ കഴിയില്ല. അവനും നമുക്കും എല്ലാവർക്കും നന്നാകാൻ ഒരു സമയമാണ് വെച്ചു. ഇടക്കിടക്ക് പോലീസുകാർ പിടിച്ചിട്ട് കുബിരിന്റെ ചൂട്ടുന്നും അവിടുന്നും ഇവിടുന്നും പിടിച്ചിട്ട് ഉംറ വിസക്കാരെ അടിച്ചിട്ട് കൊണ്ടുപോയിട്ട് ജിദ്ദയിലെ പോലീസ് സ്റ്റേഷനിലിട്ട് പിന്നെ രാജാവിന്റെ ടിക്കറ്റ് വരുമ്പോൾ കയറ്റിവിടൽ സാധാരണയാണ്. അത് ഇടക്കും നിനക്കൊക്കെ ഓരോരുത്തരെ കയറ്റുള്ളൂ. അതുകൊണ്ട് മൊത്തം കള്ളന്മാരെയും പിടുത്തം കിട്ടൂല. അപ്പോഴാണ് പൊതുമാപ്പ് ഉണ്ടാക്കുക. ഇപ്പൊ ഒരു പൊതുമാപ്പിന്റെ സമയ സൗദിയിൽ, അറിയില്ലേ? മനസ്സിലായില്ല? ഒറ്റക്കും തെറ്റക്കും അവിടെ ഇവിടെയൊക്കെ പോലീസുകാർ പലരും പിടിച്ച് കയറ്റാറുണ്ട്. അതുകൊണ്ട് മൊത്തം നന്നാവൂല. മൊത്തം ശുദ്ധീകരിക്കണമെങ്കിൽ എല്ലാവരും അതിലെന്നെ ഇൻവോൾവ് ആവണം. അതിനൊരു സമയം നിശ്ചയിച്ചു. സൗദിയെ വിസക്കള്ളന്മാരിൽ നിന്ന് ശുദ്ധീകരിക്കുക, അതിനാണ് ഒരു 1.5 മാസത്തെ പീരീഡ് സൗദി നിശ്ചയിച്ചിട്ടുണ്ട്. എന്നതുപോലെ വ്യക്തിപരമായും സാമൂഹികമായും എല്ലാ തിന്മകളെയും മനുഷ്യരിൽ നിന്ന് ഇല്ലാതാക്കുക. അതിനാണ് എന്ത്? നോമ്പ്. നിസ്കാരം അങ്ങനെയല്ല. നിസ്കാരം വ്യക്തിപരമായ സംഗതിയാണ്. നോമ്പോ സാമൂഹികമാണ്. എല്ലാവരും ഒരേ സമയത്ത് അതിലാണ്. നിസ്കാരത്തിന് സമയ വ്യത്യാസമുണ്ട്. ഉദാഹരണം, ഞാൻ നിസ്കരിക്കുമ്പോൾ അവിടെ ഞങ്ങൾ നിസ്കരിക്കുക, സമയമുണ്ട്. എന്നാൽ നോമ്പ് അങ്ങനെയല്ല. നോമ്പ് നിന്റെ നോമ്പിന് തന്നെ ഞങ്ങളീ നോമ്പ്. ഞാൻ 10 മണിക്ക് വീട് അടിച്ചു. അപ്പൊ നിങ്ങൾ ചോദിച്ചു, മോലിയരെ നോമ്പില്ലേ? ഞങ്ങളെ നോമ്പ് ഇന്ന് രാത്രിയാവും. നടക്കുമോ? മനസ്സിലായില്ല? ഞാൻ ഇവിടുന്ന് എന്തോ കട്ടൻ ചായ കുടിച്ച് നോമ്പിന്റെ റമദാൻ മാസത്തിന്. അപ്പൊ നിങ്ങൾ ചോദിച്ചു, മോലിയരെ നിങ്ങൾക്ക് നോമ്പില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു, ഞങ്ങള് പിന്നെ മൂച്ചാടെ മാറ്റാൻ പറ്റി തീരുമാനിച്ചിട്ടുണ്ട്. ഈ കൊല്ലത്തെ നോമ്പ് രാത്രി ആയാൽ മതി. ഉണ്ടാവൂല. അത് ഒരു പീരിയഡാണ്. എല്ലാവരും ഒരേ സമയത്ത് അതിൽ ഇറങ്ങണം. അപ്പൊ സാമൂഹികമായി മൊത്തം തിന്മകളെ വിഭാഗം ചെയ്യപ്പെടും. അപ്പോഴേ പൂർണ്ണമായി ഒരു മനുഷ്യൻ ശുദ്ധിയാവുള്ളൂ. ടോട്ടൽ പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞാൽ, മനുഷ്യന്റെ കയ്യിലുള്ള തെറ്റ് മുഴുവനും ഒഴിവാക്കാനുള്ള കാലമാണ് എന്ത്? നോമ്പ്. അത് നമ്മൾ ഒഴിവാക്കാത്ത കാലത്തോളം യഥാർത്ഥ നോമ്പ് കൊടുക്കാൻ കഴിയില്ല. അതിനി നമ്മൾ ഓരോരുത്തരും നമ്മൾ പരിശോധിക്കുക, എന്തൊക്കെ നമ്മളെ കയ്യിലുള്ള അബദ്ധം. നോമ്പിന് ഒഴിവില്ലേ? ഒഴിവ് കഴിവുണ്ട്. മദീനയിൽ നിന്ന് പുറപ്പെട്ട് പുണ്യ നബി അറക്ക് എന്ന സ്ഥലത്തെത്തി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഹബീബായ നബി പറഞ്ഞു, സ്വല്ലു സ്വല്ലു സ്വല്ലു, ളുഹറിന്റെ നേരമായി, നിസ്കരിക്കാം പുണ്യ റസൂൽ. അങ്ങനെ മദീനയിൽ നിന്ന് പുറപ്പെട്ടു യാത്ര പോവുക. അറക്ക് എന്ന സ്ഥലത്തെത്തിയ റസൂലുള്ളാഹി ളുഹർ നിസ്കരിക്കാൻ പറഞ്ഞു. കുറേ സ്വഹാബികളുമുണ്ട്. ഈ ഹദീസ് ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്. നിസ്കാരം കഴിഞ്ഞപ്പോൾ കുറച്ച് കുടിവെള്ളം കൊണ്ടുവരികയെന്ന്. അപ്പോൾ കുറച്ച് കുടിവെള്ളം നബി കൊണ്ടു കൊടുത്തു. നബി അവിടെ തന്നെ ഇരിക്കുകയാണ്. എവിടെ?
പറയും മനുഷ്യന്മാര് എന്താ ഉണ്ടാക്കി എവിടെ ഇരിക്കാൻ നിസ്കരിച്ചോടത്തിരിക്കന്നെ റസൂലുള്ള. അപ്പൊ ആരോ വെള്ളം കൊണ്ട് കൊടുത്തു. അപ്പൊ ശരിബൽ വെള്ളം കുടിച്ചു. ലോറ് ബാങ്ക് കൊടുത്തു. ലോറിന്റെ നേരം റസൂലുള്ള എന്ത് ചെയ്ത് വെള്ളം കുടിച്ചു. നമ്മളൊക്കെ പറയും ഏതായാലും കുഞ്ഞുമോനെ ലോറ് ആയില്ല, ഇനി വൈകുന്നേരം ആകണം, കുറച്ച് നേരമല്ലേ ഉള്ളൂ, സാരല്ലട്ടാ, ഉമ്മാൻ്റെ കുട്ടി കുറച്ചും കൂടി ക്ഷമിക്കുന്നതാണ് നമ്മൾ പറയാം. റസൂലുള്ള ലോറ് നിസ്കരിച്ചിട്ട് പിന്നെ എന്ത് ചെയ്ത് വെള്ളം കുടിച്ചു. എന്നിട്ട് അടുത്താക്ക് വെള്ളപ്പാത്രം കൊടുത്തു. ഫശരിബ അയാൾ കുടിച്ചു. അടുത്താക്ക് കൊടുത്തു, അയാൾ കുടിച്ചു. ആ ഇരിക്കുന്നതിൽ ഏകദേശം ആളുകളൊക്കെ എന്ത് ചെയ്ത് വെള്ളം കുടിച്ചു. ഓഹോ മുസാഫിറൂന, അവരാരാണ്? യാത്രക്കാരാണ്. അങ്ങനെ വെള്ളം കുടിച്ച് ദാഹമൊക്കെ മാറ്റി പോകാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ ആരോ അങ്ങനെ വന്നിട്ട് നബിയോട് പറഞ്ഞു, നബിയെ ബാലും മിന്ന മാ ഷരിബൽ മാ, കുറച്ചാളുകൾ ഇപ്പോഴും വെള്ളം കുടിച്ചിട്ടില്ല എന്നത്. ഫഖാല റസൂലുള്ളാഹി, അപ്പോൾ റസൂലുള്ള പറഞ്ഞു, വഹുമുൽ ആസൂൻ, അവര് നമ്മളെ കൂട്ടത്തിലെ ദോഷികളാണ്, സാരല്ല. ആര്? അവര് നമ്മളെ കൂട്ടത്തിലെ ദോഷികളാണ് എന്നാണ്. ആര്? വെള്ളം കുടിച്ചോരല്ല. മനസ്സിലായില്ല? എല്ലാവരും വെള്ളം കുടിച്ചു. ഏകദേശം നബിയും വെള്ളം കുടിച്ചു, എല്ലാവരും കുടിച്ചു. അപ്പോൾ ആരോ വന്ന് നബിയോട് പറഞ്ഞു, നബിയെ കുറച്ചാളുകൾ ഇപ്പോഴും വെള്ളം കുടിച്ചിട്ടില്ല. അത് നമ്മുടെ കൂട്ടത്തിലെ ദോഷികളായിരിക്കും. ഇപ്പൊ ദോഷികൾ എന്ന് പറഞ്ഞാൽ ആരെ പറ്റിയ? വെള്ളം കുടിക്കാത്തവർ, അഥവാ നോമ്പ് എടുത്തവർ. അള്ളാഹു ഒരു ഉഴുതർ തന്നാൽ ആ ഉഴുതർ സ്വീകരിക്കണ്ടേ? നമ്മൾ യാത്രക്കാരല്ലേ? റമളാൻ മാസം കാലം. അപ്പൊ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ എന്തുണ്ടാവും? വിടുതലുണ്ട്, വിട്ടുവീഴ്ചയുണ്ട്. പക്ഷെ ലഅല്ലക്കും തത്തഖൂൻ, മനുഷ്യൻ അടിസ്ഥാനപരമായി മുത്തഖയായി തീരുക എന്നതിന് എന്തില്ല? വിട്ടുവീഴ്ചല്ല. ഈ വിട്ടുവീഴ്ച ഇല്ലാത്ത കാര്യത്തിലേക്ക് നമ്മളിപ്പോൾ തീരെ ഇറങ്ങൂല. വിട്ടുവീഴ്ച ഉള്ളതിൻ്റെ പിന്നാലെ അങ്ങനെ കൂടുകയും ചെയ്യും. ഇപ്പൊ തറാവീഹ് വിട്ടുവീഴ്ച ഉണ്ട്, പക്ഷെ നമ്മളതിന് കൂടും. ഇപ്പൊ തറാവീഹിന് ഒരു ദിവസം പോയിട്ടില്ലെങ്കിൽ ആദ്യക്ക് ഭയങ്കര ഇടങ്ങാറാവും, കരച്ചിൽ വരും. പഠിച്ചോനെ എൻ്റെ തറാവീഹ് മുടങ്ങിയല്ലോ. അതേ സമയത്ത് റമളാൻ 30 ദിവസം മൂപ്പര് പേരൻ്റെ ഉള്ളിൽ സിനിമ ഇറക്കുണ്ടാവും, അതിന് മൂപ്പർക്ക് ഒരു ബേജാറുണ്ടാവില്ല. മൂപ്പരാണ് ഇബ്ലീസ് ഹാജി. മൂപ്പരെ പറ്റി നമുക്ക് എന്ത് പറയാം? പറയടാ, മൂപ്പരെ പറ്റി എന്ത് പറയാം? മൂപ്പരെ പറ്റി നമുക്ക് എന്ത് പറയാം? പറയടാ തറാവി ഹാജിനെ പറ്റി നമുക്ക് എന്ത് പറയാം? ഇബ്ലീസ് ഹാജി. അത് ഇബ്ലീസ് ഹാജിയാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ചിന്തിക്കും. തറാവീഹ് അള്ളാഹു പിടികൂടുന്നൊരു വിഷയമല്ല. അത് മുത്തഖയുമായി ബന്ധപ്പെട്ടതല്ല, മുഖറബുമായി ബന്ധപ്പെട്ടതാണ്. മാസാല അബ്ദി ബിൻ നവാഫിലി യഖൂലു ഹത്താ യകൂന ലഹു ഹത്താ അകൂന ലഹു യദം വ അർജുല. അവൻ അള്ളാഹുവിലേക്ക് അടുത്താൽ അള്ളാഹുവിൻ്റെ കൈയും കണ്ണൊക്കെ ആവും. സുന്നത്ത് മുഖറബുമായി ബന്ധപ്പെട്ടതാണ്, മുത്തഖയുമായി ബന്ധപ്പെട്ടതല്ല. മുത്തഖയുമായി ബന്ധപ്പെട്ടത് എന്താണ്? ഹറാമിന് ഒഴിവാക്കലാണ്. നോമ്പ് പറഞ്ഞത് മുത്തഖിയാകാനാണ്, മുഖറബാകാനല്ല. ലഅല്ലക്കും തത്തഖൂൻ. തറാവീ ഇതിലൊരു വലിയ മൗലിക വിഷയം തന്നെയല്ല. തറാവി ഒഴിവായാൽ മൂപ്പർക്ക് കരച്ചിൽ വരും. അതേ സമയത്ത് ഫുള്ള് സിനിമയും സീരിയലും ഓടുന്നുണ്ടാവും, അതിന് മൂപ്പർക്ക് എന്തും ഉണ്ടാവില്ല. ഉറങ്ങല്ലേ ഇന്ന കാര്യം പറയാൻ ഏൽപ്പിച്ചത് നിങ്ങൾ ഉറങ്ങല്ലേ? ഹജ്ജുമ്മ ഒരു ദിവസമെങ്കിലും അയൽവാസി പെണ്ണുങ്ങൾ എല്ലാവരെയും കൂട്ടിയാണ് മൂപ്പത്തേര് എന്ത് ചെയ്യും? തറാവി നിസ്കരിക്കും. ഒരു ദിവസത്തെ നിസ്കാരം മുടങ്ങിയാൽ അന്നെന്തോ മകൻ്റെ വീട്ടിക്ക് മകൻ പെണ്ണൊട്ടിട്ട് എന്തായി സൽക്കാരത്തിന് പോയി, അങ്ങനെ എന്തായി? അന്നത്തെ തറാവി മുടങ്ങിയാൽ, ജമാഅത്ത് മുടങ്ങിയാൽ അജ്ജുമാക്ക് വന്നാൽ കരച്ചിൽ വരും. അതേ സമയത്ത് ഒരു സീരിയലെങ്കിലും ദേശം കാണാതെ അജ്ജുമയോട്ട് ഉറങ്ങൂല്ല. അതിന് ഇബ്ലീസ് അജ്ജുമ്മ എന്ന് പറയും. ഇവരൊക്കെ തലയിൽ ആരാ? ഇബ്ലീസാണ്. ഇവരൊക്കെ തലയിൽ ഇബ്ലീസാണ്. അതാ ഞാൻ പറഞ്ഞ ദീന് എന്ന് പറഞ്ഞാൽ പാലെന്താന്ന് വെച്ചപ്പോൾ കൊക്കിനെ പോലെയാണ്.
അപ്പൊ കൊക്കിനെ കൊണ്ടാണ് പിന്നെ പാലിനെ മനസ്സിലാക്കിയത് എന്നതുപോലെയാണ് തെറാവി കൊണ്ടാണ് എന്ത് മനസ്സിലാക്കിയത്. എന്നാൽ തെറാവിയും നോമ്പ് തമ്മിൽ ഒരു ചുക്കിന്റെ ബന്ധം പോലുമില്ല, ഒരു ബന്ധമല്ല. ഇപ്പോഴാണ് ഇതിലൊക്കെ എങ്ങനെ ആൾ കൂടിയതും. എൻ്റെ കുട്ടിക്കാലത്ത് ഏഷ നിസ്കരിച്ച പിന്നെ കുറച്ച് ആളുകൾ തെറാബീനെ വെക്കും, ബാക്കിയുള്ളവർ പോകും. ഇപ്പോൾ തെറാബീനെ ഒരുത്തം കൂടിയിട്ടില്ലെങ്കിൽ ഓൻ തൂക്കിക്കൊല്ലണം. അതേ സമയത്ത് ഓൻ്റെ മൊബൈലിലുള്ള ബ്ലൂ ഫിലിമിൻ്റെ കട്ടിങ്ങൊക്കെ ഉണ്ടാവും, അത് തൽക്കാലം ഓഫാക്കിയിട്ട് ഓൻ ഇതാക്കണം. അതിനൊരു പ്രശ്നമില്ല. തറാബി നോമ്പിനാക്കാൻ കാരണം മുത്തഖിയായ ആളുകളാണ്, അവർക്ക് മുഖറബാകാൻ എളുപ്പമാണ്. എന്തുകൊണ്ട്? അതുകൊണ്ടാണ്. ഇനിയും ചോദിക്കുക ആചാര്യ, നിങ്ങൾ 1000 ചോദ്യം ചോദിച്ചാലും ഈ വിഷയത്തിൽ ഇവിടുന്ന് കാലം നനക്കാതെ മറുപടി പറയും. നിങ്ങളെപ്പോഴത്തൊക്കെ ഇതിലുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് തന്നെ ഞാനിതിന് ഒരുങ്ങി വരുന്നത്. ഞാൻ അങ്ങനെ നിങ്ങളെ കുപ്പായിട്ടാണ് നിങ്ങൾ വിചാരിക്കണ്ട. മൊബൈൽ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായോ? മൊബൈൽ ചോദ്യം എന്നാൽ പിന്നെ എന്തിനാണ് തറാബിയെ നോമ്പിന് കൊടുത്തത്? അതിന് നിങ്ങളെപ്പോലത്തെ താടിക്കാർ മുത്തഖയായി തീരും എന്നതുകൊണ്ട് മുത്തഖ് മുഖറബാകാൻ എളുപ്പമാണ്, കോൺസ്റ്റബിളിന് SI ആകാൻ എളുപ്പമാണ്. അങ്ങാടിയിൽ നടക്കണമെന്ന് അത് നടക്കൂല. മനസ്സിലായില്ല? കോൺസ്റ്റബിൾ ആയിക്കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ്. എന്ത്? ഒരു പരീക്ഷ എഴുതിയാൽ വേഗം എന്താകാം? SI ആകാം പോയത്തക്കാരെ. അതുകൊണ്ട് മുത്തഖ് ആകണ കാലമാണ് എന്ത്? നോമ്പ്. ഓന് പിന്നെ മുഖറബാകാൻ എളുപ്പമാണ്. ഏതുപോലെ? തറാവീഹ് നിസ്കരിച്ച മുഖറബാകാം. പക്ഷെ ആരാകണം? മുത്തഖിയാകണം. SIമാര് പഠിക്കേണ്ട ബുക്കൊക്കെ വാങ്ങിയവൻ പഠിച്ച് ഓൻ എപ്പോഴും എന്തിനെടുത്തിട്ടില്ല? പോലീസിനെടുത്തിട്ടില്ല. മനസ്സിലായില്ല? ഒരുത്തൻ SIമാര് വാങ്ങി പഠിക്കണ ബുക്കൊക്കെ വാങ്ങി പഠിച്ചു, എന്തൊക്കെ എടുത്തിട്ടില്ല? ഓൻ വികലാംഗന, ഓനെ ഫിസിക്കലായി പോലീസ് എടുക്കാനുള്ള ഒരു യോഗ്യത ഓനില്ല. പക്ഷെ ഓൻ എന്ത് പഠിച്ച് പറയടാ? SIമാര് പഠിക്കണ ബുക്കൊക്കെ ഓൻ വാങ്ങി പഠിച്ച്, പക്ഷെ പോലീസ് എടുക്കേണ്ട ഫിസിക്കൽ യോഗ്യത ഒന്നും ഇവന് ഇല്ല. എന്നതുപോലെ തറാവിയൊക്കെ നിസ്കരിച്ച് ഇപ്പോഴും ആരായിട്ടില്ല. തറാവി മുത്തഖിയുമായി ബന്ധപ്പെട്ടല്ല, മുഖറബുമായി ബന്ധപ്പെട്ടതാ. മാസാല അബ്ദി ബിൻ നവാഫിലി യഖൂം. മുത്തഖ് ആയാൽ മുഖറബാകൽ എളുപ്പമാണ്. മുത്തഖ് ആകൽ എന്താണ്? ഒന്ന് വാജിബ് മുഴുവൻ ചെയ്യാം, ഹറാമിനെ മുഴുവനും ഒഴിവാക്കുക. അതൊക്കെ ഒഴിവാക്കണം. റമളാൻ കാലത്ത് ഷോപ്പിങ്ങിന് നടക്കുന്ന പെണ്ണുങ്ങൾ എന്തിനാ ഒരു തറാവീഹ് നിസ്കരിക്കുന്നത്? പെണ്ണിന് പണി എന്താ? പെണ്ണിനിപ്പോൾ പണി എന്താ? ഒരു 3-4 പെണ്ണുങ്ങൾ കൂടിയാ നേരം വെളുത്ത് ഒരു 10 മണിയായ ഒരു കാർ കൊടുത്ത് ഷോപ്പിങ്ങിനിറങ്ങി ഉള്ള എല്ലാ പീടികയിലും കയറി മറിഞ്ഞ് നടക്കുക. അങ്ങനെ തന്നെയല്ലേ? വൈകുന്നേരപ്പുരപ്പം കൂടി എന്താവും ചെയ്യും? തറാവീഹ് നിസ്കരിക്കും. 10 മണിക്ക് ഇതൊരു രസം, വൈകുന്നേരം അതൊരു രസം. രസമല്ലേ വേണ്ടത്? അതിലൊരു തറാവീഹ് ഇങ്ങനെ മുടങ്ങിപ്പോയാൽ അവള് കാര്യം ചെയ്യും. മരുമോളെ വീട്ടിലേക്ക് നോമ്പറക്കാൻ പോയപ്പോൾ തറാവീഹ് മുടങ്ങിപ്പോയി, അതിൽ കരിഞ്ഞു. മരുമോളെ വീട്ടിലേക്ക് നോമ്പറക്കാൻ പോയാൽ ഒന്നും കൂടി നല്ലതാണ്. എന്തുകൊണ്ടെന്നറിയോ? എന്തുകൊണ്ട്? ഏറ്റവും ചുരുങ്ങിയത് ആ പുരക്കാരൊന്ന് സന്തോഷിപ്പിച്ചപ്പോൾ കുറച്ച് ദോഷമൊക്കെ അല്ലാഹു തആല പുറത്തു കൊടുക്കും. മനസ്സിലായില്ല? ഈ സീരിയലിന്റെ അടിമയായ അജ്ജുമ്മ തറാവീഹ് നിസ്കരിക്കുന്നതിനേക്കാളുള്ളത് മരുമോളെ പോലേക്ക് ഒന്ന് നോമ്പറക്കാൻ പോലാണ്. ഐറ്റങ്ങളൊരു അൽഹംദുലില്ലാഹ് അമ്മായിമ്മ വന്നല്ലോ. ഈ അമ്മായിമ്മ എന്ന് പറഞ്ഞത് എപ്പോഴും ഒരു എന്താ പറഞ്ഞാലോ, ഒരു പാറക്കല്ല് പോലത്തെ ഒരു സാധനം ഇരിക്കും. എന്നിട്ട് മെരിഞ്ഞ് കിട്ടാൻ പറ്റും ബുദ്ധിമുട്ടാണ്. ഒന്നും വിചാരിക്കട്ടെ. അപ്പൊ അത് മരുമോക്കും എന്താ, എൻ്റെ അവിടെ വന്നിട്ട് ഒരു കയ്യിൽ കഞ്ഞി അമ്മായിമ്മ കുറിച്ചപ്പോൾ അതിൻ്റെ ഒരു നന്ദിയെങ്കിലും മുന്നോട്ട് പരിയിൽ വന്നാൽ കാട്ടുമല്ലോ എന്ന് വിചാരിച്ച് ഈ കുട്ടിയും എന്ത് ചെയ്ത് നോമ്പറക്കാൻ വിളിച്ചു. എനിക്ക് തറാവീഹ് മുടങ്ങുന്നാണ്. മൂപ്പത്തേര് പോയില്ല. മൂപ്പത്തിലേക്ക് തറാവീഹ് കഴിഞ്ഞാൽ പിന്നെ 2 സീരിയൽ കണ്ടിട്ടേ ഉറങ്ങുള്ളൂ. മുണ്ടത്തിനാണ് ഈ അജ്ജിമ പോണ്. തറാവീഹ് ഒരു അഹമ്മായ വിഷയം തന്നെയല്ല, അഹമ്മായ വിഷയം. ഹറാമിനെയും ഹലാലിനെയും സൂക്ഷിക്കണം. അതാണ് നോമ്പ്. ലഅല്ലക്കും തഖൂൻ. കൂടുതൽ വർത്താനം പറയേണ്ട ആവശ്യമില്ല. ഇത് കൊട്ട ഇങ്ങനെ ചാടിക്കാൻ എളുപ്പമുണ്ട്. നമ്മൾ ദീനിനെ പാലിനെ കൊക്കിൽ നിന്ന് മനസ്സിലാക്കിയതുപോലെയാണ് നമ്മൾ ദീൻ മനസ്സിലാക്കിയ സത്യത.
അത് നിങ്ങൾ ചിന്തിച്ചോളി. അവനവന്റെ ജീവിതത്തിൽ വരുന്ന അപാകതകൾ. ഉദാഹരണം പറയാം. നമുക്കൊന്നും പഴയ കാലത്തെ ആളുകൾ അവസ്ഥയില്ല. ഇങ്ങോട്ട് നോക്കി, ഒരു നോമ്പൊന്നും ഇന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം. നോമ്പൊക്കെ ഇല്ലാതായിട്ട് ഒരു 10 കൊല്ലമായിട്ടുണ്ടാവും. നോമ്പ് തുടങ്ങി, നോമ്പ് തീർന്നിട്ട്, നോമ്പ് മരിച്ചു പോയിട്ടൊരു 10 കൊല്ലമായിട്ടുണ്ടാവും. കാരണം നിങ്ങളൊന്നും വിചാരിക്കണ്ട, ഞാൻ അപ്പം പറഞ്ഞിട്ട് പിന്നെ നിങ്ങൾ പറഞ്ഞാൽ മതി. നോമ്പ് മരിച്ചിട്ട് 10 കൊല്ലമായിട്ടുണ്ടാവും. പിന്നെ നോമ്പ് ഉണ്ടാവില്ല. എന്തുകൊണ്ട്? ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞു. ഒരു 25 കൊല്ലം മുമ്പുള്ള ഒരാൾക്ക്, ഒരു 25 കൊല്ലം മുമ്പ് ഉള്ള ഒരു മുക്കത്തുകാരനെ, 25 കൊല്ലം മുമ്പുള്ള ഒരു മുക്കത്തുകാരനായ ആൾക്ക് തിരുവമ്പാടിക്കാരനായ ഒരാളെ പറ്റി താമരശ്ശേരിക്കാരനായ ഒരാളോട് ഒരു ഗീബത്ത് പറയാൻ തോന്നിയെന്ന് വെക്കി. മനസ്സിലായില്ല? നിങ്ങൾ ഇവിടെ ഉണ്ടോ? ഒരു 25 കൊല്ലം മുമ്പ് മുക്കത്തുകാരനായ കാര്യത്തിയായ ഒരു പെണ്ണിന്, ഒരാണിന് തിരുവമ്പാടിക്കാരനായ ഒരാളെ പറ്റി താമരശ്ശേരിക്കാരനായ ഒരാളോട് ഗീബത്ത് പറയണമെന്ന് 25 കൊല്ലം മുമ്പ് തോന്നിയാൽ അങ്ങനെ ഇറങ്ങിയപ്പോൾ ഭയങ്കര വെയില്, നോമ്പ് കാലം ആവൂല. ഗീബത്തോട്ട് പറഞ്ഞിട്ടുമില്ല. പറയാത്ത കുറ്റം അല്ലാഹു തആല ശിക്ഷിക്കില്ല. ഇനിയിപ്പത്തെ പണി എന്താ? ഇപ്പൊ തറാവി കഴിഞ്ഞ് നേരം വിളിച്ച് വൈകുന്നേരമായി ഖുർആൻ ഓതി അതോടെ വെച്ച് പിന്നെന്താ പണി? ചില മൊബൈലിനൊന്നും പൈസ തന്നെ കൊടുക്കണ്ട. ഇപ്പൊ പുതിയ സിം ഇറങ്ങിയിട്ടുണ്ടല്ലോ. എന്ത് ജിയോ തന്നെ പറ്റേ? ജിയോ എന്തില്ല, പൈസ എത്രയാണ് ഗീബത്ത് പറയാം. ഗീബത്ത് ഹറാമാണ്. തറാവി ഗീബത്തിന് അല്ലാഹ് പിടികൂടും. തറാവിന് അല്ലാഹു തആല പിടികൂടൂല. ലഅല്ലക്കും തത്തഖൂൻ. ഗീബത്ത്, നമീമത്ത് ഇതൊക്കെ ഒഴിവാക്കാനാണ് എന്ത്? നോമ്പ് നോറ്റ പെണ്ണ് ഗീബത്ത് പറഞ്ഞു. അപ്പോൾ ആ പെണ്ണിനെ നബിയുടെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ ഒരു പാത്രം കൊണ്ടുവരാൻ കൽപ്പിച്ചു. അപ്പോൾ റസൂലുള്ളാഹി ഛർദ്ദിക്കാൻ പറഞ്ഞു. ഛർദ്ദിച്ചപ്പോൾ കട്ടക്കട്ട മാംസം ഛർദ്ദിച്ചു, രക്തക്കട്ടും മാംസക്കട്ടയും ഛർദ്ദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഫദാലിക സൗമുഹ, ഇതാണ് അവളെ നോമ്പ്. റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്ത്. എന്ത് പറയാ? ഒരു നോമ്പ് നോറ്റ പെണ്ണിനെ മുത്തുനബിയുടെ അരികിൽ കൊണ്ടുവന്നു. അവൾ പകലന്തിയോളം എന്ത് ചെയ്യുന്നുണ്ട്? ഗീബത്ത്, നോമ്പ് എടുക്കുമ്പോൾ ഗീബത്തും പറയുന്നുണ്ട്. അപ്പൊ കൊണ്ടുവന്നപ്പോൾ റസൂലുള്ളാഹി പാത്രം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. പാത്രം കൊണ്ടുവന്നപ്പോ ഛർദ്ദിക്കാൻ വേണ്ടി പറഞ്ഞു. കട്ട രക്തവും മാംസവും ഇങ്ങനെ ഛർദ്ദിച്ചു. ഫഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറഞ്ഞു, ഫദാലിക സൗമുഹ, ഇതന്നെയാണ് അവളുടെ നോമ്പ്, ഇതാണ് അവളെ നോമ്പ് എന്ന് ഹബീബായ നബി. നിങ്ങൾ പറയും മനുഷ്യന്മാരെ, നമ്മൾ മൊബൈൽ തൽക്കാലം എന്നാ ഞാൻ നോമ്പായിട്ട് ഞാൻ മൊബൈൽ എടുത്തു, കഴിഞ്ഞോട്ടെ നോമ്പായിട്ട് മൊബൈൽ എടുത്തില്ല എന്ന് നമ്മൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതൊരു കുറ്റമായിട്ട് നമുക്ക് തോന്നിയിരുന്നല്ലോ. ഒരു വർത്തമാനം, മൻ കസുറ കലാമുഹു കസുറ ദുനൂബുഹു. ഒരു മനുഷ്യൻ ഗീബത്തൊന്നും പറയാതെ സ്വാഭാവികമായ സംസാരം പെരുപ്പിച്ചാൽ പോലും ദോഷം പെരുക്കും. ഗീബത്തൊന്നും പറയാതെ സ്വാഭാവിക സംസാരം പെരുപ്പിച്ചാൽ പോലും ദോഷം കൊടുക്കും. അപ്പോൾ പിന്നെ ഗീബത്ത് പെരുപ്പിച്ചാൽ എന്താവും? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? അപ്പൊ ഇതന്നെ നോമ്പായതുകൊണ്ട് ഞാൻ നോമ്പിന്റെ തലേ ദിവസം തന്നെ മൊബൈലൊക്കെ ഓഫാക്കി. ആദ്യം എൻ്റെ കാക്കാക്ക് ഞാൻ നോമ്പിന് മല്ലടിച്ചിട്ട് എടുക്കണില്ലല്ലോ. ആ അക്കാക്കൊക്കെ പ്രാവശ്യം നോമ്പ് ആയിട്ട് ഫോൺ എടുത്തിട്ടില്ല. ഗീബത്ത് പറയാനാവൂല. ലഅല്ലക്കും തത്തഖൂൻ. ഞാൻ വെച്ചാൽ ചിന്തിക്കും. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. ഒരു ബോധമില്ല, പട്ടിണി കിടക്കും. അത് ചിന്തിക്കും.
ഞാൻ ഈ പരിസരത്തുനിന്നൊരു കാഴ്ച കണ്ടു മിനിഞ്ഞാന്ന്. ഒരു ഹിന്ദുവായ ചങ്ങാതി നോക്കി നിൽക്കുക, ഒരു മുസ്ലിം പെണ്ണ് മോട്ടോർ സൈക്കിൾ പഠിക്കുക. ശരീരം എന്തൊക്കെയാണോ ശരീരം അതങ്ങനെ തന്നെ പുറത്ത് കാണുന്ന വസ്ത്രത്തിരിക്കുക. പഠിപ്പിക്കണത് ആര്? ഓനെ അവിടുത്തെ സ്കൂളിൻ്റെ ആള്. ഞാൻ മനസ്സിലാക്കിയവർ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ഇവിടെ പരിസരത്തെ, കോഴിക്കോട് ജില്ലയിൽ ഇവിടെ പരിസരത്തെ ഒരു ഡ്രൈവിംഗ് സ്കൂള്. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? രാവിലെ നേരം ഒരു മുസ്ലിം പെണ്ണ് ഒറ്റക്ക് നിൽക്കുക, പഠിപ്പിക്കുക. ആര്? ഒരു ഹിന്ദു പഠിപ്പിക്കുക. ഇത് വേറെ ഒരാളോട് ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു, കാറ് പോലും ആര് പഠിപ്പിക്കുന്നുണ്ട്? ഭർത്താവ് എവിടെ? ഭർത്താവ് ഗൾഫിൽ. പെണ്ണുങ്ങളവിടെ ഡ്രൈവിംഗ് പഠിപ്പിക്കുക. ആര്? ഈ മറ്റോ പഠിപ്പിക്കുക. ഇതില്ലേ? ഇഷ്ടം പോലെ ഉണ്ട്. തന്നോട് പറഞ്ഞു ഇഷ്ടം പോലെ ഉണ്ട്. ഇതില്ലേ? ഇല്ലേ? അരീക്കോട് ഭാഗത്ത് ഇഷ്ടം പോലെ ഉണ്ട്. എല്ലായിടത്തും ഉണ്ടണം, എല്ലായിടത്തും ഇല്ല. ശരിയല്ല, നിങ്ങൾ എന്നോട് പറഞ്ഞല്ലോ കുട്ടിയെ, ഞാൻ കണ്ടു. നിങ്ങൾ എണീക്ക് നിങ്ങൾ എന്നോട് പറഞ്ഞല്ലോ കുട്ടി. എന്നാവും ഞാൻ അതിൻ്റെ ശേഷമാണ് ശ്രദ്ധിച്ചത്. അങ്ങളല്ലേ പറഞ്ഞു? അങ്ങളെന്നെ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞതിന് ശേഷം ഞാൻ ശ്രദ്ധിച്ചു. കറക്റ്റ് ഞാൻ കണ്ടു അല്ലേ? എന്നാ റമദാൻ വന്നാൽ അവര് എന്തും ചെയ്യും. ഓടിക്കാതെ തന്നെ ഉലമാഇന്റെ ഫത്വ അനുസരിച്ച് അത് ഹറാമാണ്. പെണ്ണിനെ തന്നെ അങ്ങനത്തെ സ്വയം പര്യാപ്തത നേടാൻ പാടില്ല. എന്തുകൊണ്ട്? അത് തെറ്റിലേക്ക് നയിക്കും. പെണ്ണ് സ്വയം വണ്ടി ഓടിച്ചു പോവുക, അതൊക്കെ തെറ്റിലേക്ക് നയിക്കും. അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഒരു അത്യാവശ്യ കാര്യത്തിൽ ഭർത്താവ് അവളെ ഡ്രൈവിംഗ് പഠിപ്പിച്ചു, അല്ലെങ്കിൽ ആങ്ങളെ പഠിപ്പിച്ചു, അത് എന്തല്ല, തെറ്റല്ല. ഒരു അത്യാവശ്യ കാര്യത്തിന് അങ്ങനെ ചിലപ്പോൾ വേണ്ടി വന്നേക്കാം. ഉദാഹരണം, ഭർത്താവിനൊരു വേദന ഇളകി, അപ്പോൾ വണ്ടി ഓളെടുത്തു കൊണ്ടേ ഭർത്താവ് അടുത്തിരിക്കുന്നുണ്ട്, അതിലും തെറ്റില്ല. അങ്ങനത്തെ അത്യാഹിത ഘട്ടത്തിൽ ചെയ്യേണ്ടി വന്നേക്കാം. ഇതിപ്പോൾ നമ്മളെ സുഖലോലുപത ബാധിച്ചപ്പോൾ ആണുങ്ങൾക്കൊന്നും അതിന് ഒരു നോട്ടം ഇല്ല. ഗീറത്തില്ലാത്ത മനുഷ്യന്മാർക്ക് നരകാണ്. ഗീറത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യയെ വേറൊരാൾ കാണുന്നത് ദേഷ്യമില്ലാത്ത ആണുങ്ങൾക്ക് നരകായിരിക്കും. എന്താ ഞാൻ പറഞ്ഞത്? ഞാൻ സ്വർഗം കണ്ടു. റസൂൽ പറഞ്ഞു സ്വർഗം കണ്ടു. അപ്പോൾ ഒരു അതിസുന്ദരിയായ പെണ്ണിനെ കണ്ടു. അപ്പോൾ ഞാൻ ചോദിച്ചു, ലിമൻ ഹാദ, ഇതാര ഭാര്യയാണ്? അപ്പോൾ പറഞ്ഞു, ഉമറാണ്. അപ്പോഴത്തെ ഞാൻ മുഖം തിരിച്ച് അവിടെ നിന്ന് പോന്നു. ഉമറെ, നിങ്ങളെ ഭാര്യയെ ഞാൻ നോക്കണം, നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടാവില്ലല്ലോ. ഞാൻ അവിടെ നിന്ന് തോന്നും. അപ്പോൾ നബി പറഞ്ഞു, ഉമർ പറഞ്ഞു, നബി അതിൻ്റെ സ്വർഗത്തിലെ ഭാര്യയല്ലേ നബി, നിങ്ങൾ നോക്കുന്നത്, എനിക്കെന്ത് വിരോധമാണത്? അപ്പോൾ പറഞ്ഞു, അതിന് മുഅ്മിന് യോജിച്ചല്ല. ഒരു മുഅ്മിനായ മനുഷ്യന് യോജിക്കൂലാതെ അവൻ്റെ ഭാര്യയെ മറ്റൊരാൾ കാണാൻ ഒരു പുരുഷൻ ഇഷ്ടപ്പെട്ടാൽ ആ പുരുഷൻ സ്വർഗം ഉണ്ടാവില്ല. എന്താ ഞാൻ പറഞ്ഞത്? ഏറ്റവും കൂടുതൽ നരകത്തിൽ അദാബുള്ള ആൾ ആരാന്ന് ചോദിച്ചപ്പോൾ മുസ്തഫ നബി പറഞ്ഞത് അത് ദയ്യൂസാണെന്നാണ്. എന്താണ് ഈ ദയ്യൂസ്? അല്ലദീ റളിയ ബിഫാഹിഷത്തി സൗജതിഹി, തൻ്റെ ഭാര്യയുടെ തോന്നിയാസം ഇഷ്ടപ്പെട്ടവൻ. ദയ്യൂസ്. പരലോകത്ത് അള്ളാഹു പുറത്ത് കൊടുക്കാത്ത ആളാണ് ദയ്യൂസ്. 3 പുള്ളിയുള്ള ദയ്യൂസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? അല്ലദീ റളിയ ബിഫാഹിഷത്തി സൗജതിഹി, തൻ്റെ ഭാര്യയുടെ തോന്നിയാസം ഇഷ്ടപ്പെട്ട ഭർത്താവ്. അവനെ ഓളെ വേറൊരു ആണ് ഡ്രൈവിങ് പഠിപ്പിക്കണമെങ്കിൽ ഓന് വിരോധമില്ല, ഓൻ തന്നെ നരകക്കാരനാണ്. ജോലിക്ക് പോവുക എന്ന് പറഞ്ഞാൽ അത് അവളുടെ, ഉദാഹരണം പെണ്ണ് ജോലിക്ക് പോവുക, അവൾക്ക് അവളുടെ കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചുകൊണ്ട് ഒരു തൊഴിൽ ചെയ്യുന്നതിന് പഴയ കാലം മുതലേ ശരണം അനുവദിക്കുന്നതാണ്. പക്ഷെ അവിടെ എന്ത് വേണമെന്നറിയോ? ആ സൂക്ഷ്മത പുലർത്താൻ കഴിയണം. അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ പറ്റും. അടക്കോ ഒടുക്കോ മറ്റൊരാൾ ആൾക്കൊരു സൂക്ഷ്മത അതിലൊക്കെ ഉണ്ടാവുക, അങ്ങനെ പറ്റും. സൂക്ഷ്മത ഉണ്ടാവണം.
മോമിനിങ്ങളെ ഇതിനൊക്കെ എന്ത് ന്യായീകരണം പറയാനുള്ളത്? ഇതിനെന്ത് ന്യായീകരണം പറയാനുള്ളത്? അത് പറയുന്നത് ഇതിനെന്ത് ന്യായീകരണം പറയാനുള്ളത്? കുടുംബം പുലർത്താൻ നിർവാഹമില്ലാതെ പാടത്തും പറമ്പിലും പിന്നെ എന്താ പറയുക, കള പറിക്കാനും ഞാറ് പറിക്കാനും കൊയ്യാനും പോയിരുന്ന പെണ്ണുങ്ങൾക്ക് മഹദൂര്യങ്ങളാണ്, മഹദൂറാത്തുകളാണ്. അതാണോ ഈ അവസ്ഥ? ഇതൊന്നും വലിയ വ്യത്യാസമല്ലേ? അത് ചിന്തിക്ക്. അത് തന്നെ അവർ ആണുങ്ങളോട് കുഴയാൻ വേണ്ടി പോവല്ലോ. അവരെപ്പോലത്തെ പെണ്ണുങ്ങൾ ചെയ്യുന്നത് ആ കൂട്ടത്തിൽ വെച്ച് ചെയ്യണോ? എന്തിന്? കുടുംബം പോറ്റാന്. അതാണോ ഇത്? അപ്പൊ നോക്കി നിങ്ങൾ, ഇന്നിപ്പോ നമ്മൾ എന്താണെങ്കിൽ പ്രതീകങ്ങളിൽ അതിൻ്റെ പ്രത്യക്ഷ കാര്യങ്ങളെ പിടിച്ചു നടക്കുക. എന്നിട്ടോ പ്രത്യക്ഷ കാര്യങ്ങളെ പിടിച്ചു നടക്കുക, അതിന്റെ മൗലിക കാര്യത്തെ ഒഴിവാക്കുക. എന്താ മൗലിക കാര്യം? തഖ്വ. നിങ്ങൾ മുത്തഖീങ്ങളായി തീരാൻ വേണ്ടി. അപ്പോൾ മുത്തഖീയായി തീരുന്നതിന് തടസ്സമായ കാര്യങ്ങൾ എന്തെല്ലാം ഉണ്ടോ ആ കാര്യങ്ങളെല്ലാം വർജിക്കേണ്ടി വരും. അതിന് ഓരോരുത്തരും അവനവന്റെ ജീവിതത്തിൽ ശ്രദ്ധിച്ചാൽ എന്തൊക്കെയുള്ളത് അത് അവനവൻ എല്ലാം ഒഴിവാക്കേണ്ടി വരും. അള്ളാഹുവിനെ പേടിച്ചിട്ട്, അല്ലെങ്കിൽ അതിനൊരു പുണ്യം ലഭിക്കൂല. നോമ്പ് നോൽക്കുന്നതിന് പുണ്യം ലഭിക്കണമെങ്കിൽ ഇത് മുത്തഖിയാകാൻ വേണ്ടി ചെയ്യണം. മുത്തഖിയാകാന്ന് പറഞ്ഞാൽ സുന്നത്തുമായി ബന്ധപ്പെട്ടതല്ല, രണ്ട് കാര്യവുമായി ബന്ധപ്പെട്ടതാണ്. ഒന്ന് അതന്നെ മഹ്റൂറിങ്ങൾ. ഇപ്പൊ ഞാൻ ഇന്നലെ ഒരു കിതാബ് ഇങ്ങനെ നോക്കിയപ്പോൾ ആ കിതാബില് വഞ്ചിതനായ മുസ്ലിമീങ്ങളെ പറ്റി എഴുതിയിട്ടുണ്ട്. അങ്ങനെ രാത്രി ഒരു നേരം ഒഴിവാക്കി കിട്ടിയപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഹിക്കം എടുത്ത് പരിശോധിച്ചു. പ്രധാനപ്പെട്ട കിതാബാണ് ഹിക്കം. അപ്പൊ അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് പറയുന്നുണ്ട്. എന്ത്? വഞ്ചിതരായ മുസ്ലിമീങ്ങളുടെ അവസ്ഥ എന്താണെന്ന് വെച്ചെങ്കിൽ, നിർബന്ധ കാര്യങ്ങളെ ശ്രദ്ധിക്കാതെ ഫളായിലിന്റെ പിന്നാലെ ഓടുക. അവർ വഞ്ചിതരാണ്. മനസ്സിലായില്ല? നിർബന്ധ കാര്യങ്ങളെ ശ്രദ്ധിക്കാതെ എന്തിന്റെ പിന്നാലെ ഓടുക? ഉദാഹരണം പറയാം. സക്കാത്ത് ഒരു ഉറുപ്പ്യം കൊടുത്തിട്ടില്ല, എന്നിട്ടോ എന്ത് ചെയ്യാം? പള്ളികൾക്ക് സദഖ കൊടുക്കുക, മദ്രസയ്ക്ക് സദഖ കൊടുക്കുക. മദ്രസയ്ക്കും പള്ളികൾക്കും കൊടുക്കൽ സുന്നത്തേ ഉള്ളൂ, വാജിബില്ല. സക്കാത്ത് കൊടുക്കലോ വാജിബാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല? പോയി എത്തിങ്ങാനിക്ക് പിരിവെടുക്കാൻ നടക്കാം. ഇവന്റെ സക്കാത്ത് കാലം വരോട്ട് കൊടുത്തിട്ടില്ല. ഫളായില് എന്ത് പറയാം? ഞാനും നബിയും യത്തീമിനെ പോറ്റണോന്നും ഞാനും ഇങ്ങനെയാണ് നബി പറഞ്ഞിട്ടില്ലേന്ന്. സക്കാത്ത് കൊടുക്കാത്ത തരത്തിലെടുക്ക, അതും ആ നബി എന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ഈ മനുഷ്യൻ ആലോചിക്കണില്ല. പിന്നെ നബിയും ഓനും കൂടി ഒപ്പം കൂടണമെങ്കിൽ നബിയും കൂടി നരകത്ത് പോയി കിടക്കേണ്ടി വരും. അത് ഉണ്ടാവില്ല. ഞാൻ ഇന്നലെ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? അത്യാവശ്യ കാര്യങ്ങളെ ശ്രദ്ധിക്കാതെ, വാജിബാത്തിൽ ശ്രദ്ധിക്കാതെ ഫളായിലിന്റെ പിന്നാലെ പായ. ഫളായിലിന്റെ പിന്നാലെ എങ്ങനെ പായ? ശ്രേഷ്ഠകരമായ കാര്യം, അത് പുണ്യാണ്, ഇത് പുണ്യാണ്, അത് പുണ്യാണ്, ഇത് പുണ്യാണ്. ഉദാഹരണം പറയാം. നിസ്കാരം ഒരാൾക്ക് ഖളാ ഉണ്ട്, സുന്നത്തിന്റെ പിന്നാലെ ഓടുക. ഉള്ള സമയമൊക്കെ എന്തിന് ചെലവാക്കാൻ വേണ്ടി? ഖളാ വിട്ടാൻ. മറ്റൊന്നും അള്ളാഹു തആല ചോദിക്കൂല. അതേ സമയത്ത് എൻ്റെ കുട്ടിക്കാലത്ത്, നമ്മുടെ കുട്ടിക്കാലത്ത് വേറൊരു അവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ട്. എന്തെന്നറിയോ? എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടൊരവസ്ഥ, തറാവി ഒരു കൂട്ടം നിസ്കരിക്കുമ്പോൾ ഇപ്പുറത്തൊരു കൂട്ടർ ഒറ്റക്കൊറ്റക്ക് അവിടെ നിന്നാണ് കളവിട്ടാണ്. ഇന്നിപ്പോൾ എനിക്ക് നിസ്കാരം കളണ്ട് എന്ന് വേറൊരാൾ അറിഞ്ഞാൽ എനിക്കൊരു ചേപ്പത്തരാണ്. അള്ളാഹുവിന്റെ അടുക്കൽ മോശം നമുക്കൊരു പ്രശ്നമില്ല, അടിമകളുടെ മുന്നിൽ മോശങ്ങളുടെ പ്രശ്നം. അങ്ങനത്തെ ഒരാളെ കാണാൻ കഴിയില്ലല്ലോ പള്ളിയിലൊന്നും. നിങ്ങൾക്ക് ഞാനീ പറഞ്ഞ മനസ്സിലായില്ലേ? ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു കുറച്ചാളുകൾ ഇവിടെ എന്തുണ്ടാവും, അതേ സമയത്ത് അപ്പുറത്തെ തൂണിനും ഇപ്പുറത്തെ തൂണിനും ഓരോരുത്തരും ഇങ്ങനെ നിസ്കരിച്ച് കൂട്ടും. അതെന്ത് ചെയ്യാണ്? കളവിട്ടാണ്. അതന്നെയല്ലേ പ്രശ്നം. ഇത് പിടികൂടുന്നതാണ്, മറ്റേതെന്താവില്ല, പിടികൂടില്ല. ഇപ്പൊ ജുമാക്ക് പോയിട്ടില്ലെങ്കിൽ അള്ളാഹു പിടികൂടും. പെരുന്നാ പള്ളി പോയിട്ടില്ലെങ്കിലോ ആ ചൊർക്ക് ഉണ്ടാവില്ല. ചൊർക്ക് പറയും.
എന്നാ ജുമാക്ക് പോകാത്തവരും എന്ന് പോകും. കാരണം തലയിലാരാണ്? ഇബ്ലീസ്. പെരുന്നാൾ പള്ളിക്ക് പോകേണ്ട ആവശ്യമില്ല. അതൊരു അത്യാവശ്യത്തിൽപ്പെട്ടല്ല, അതൊരു സുന്നത്താണ്. ജുമാ മനസ്സിലായില്ലേ? പെരുന്നാൾ പള്ളി നമ്മ ഫുള്ളായിരിക്കും, എല്ലാ സ്ഥലത്തും എന്തായിരിക്കും? പെരുന്നാൾ നിസ്കാരത്തിന് എന്താവും? മുറ്റത്ത് പോയിട്ട് ഭയങ്കര ഫുള്ള്. നേരെ മറിച്ച് അതിന്റെ തലേ വെള്ളിയാഴ്ച ആളുണ്ടാവില്ല, പിറ്റേ വെള്ളിയാഴ്ച തീരെ ആളുണ്ടാവില്ല. കാരണം ജനങ്ങൾ വഞ്ചിതരാണ്. അല്ലാഹുവിൽ വഞ്ചിതരാകുക, അത്യാവശ്യ കാര്യങ്ങൾ ചിന്തിക്കാതിരിക്കുക. മനുഷ്യർ വഞ്ചിതരാകുക തന്നെ അങ്ങനെ തന്നെയാണ്. ഒരുത്തൻ തുണി വെച്ച് തലയിൽ കെട്ടി സുന്നത്തെടുക്കാൻ. ഒരു ഉദാഹരണം പറയാം, മനസ്സിലായില്ല. തലയിൽ കെട്ട് പാറിപ്പോയപ്പോ എന്തായി? പറയും മനുഷ്യന്മാരെ, കൊടുങ്കാറ്റ് വന്നപ്പോ തലയിക്കെട്ടാണ് പാറി. അപ്പൊ മൂപ്പര് എന്ത് ചെയ്ത്? വർഷോനെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ സുന്നത്തെടുക്കാതിരുന്നിട്ടില്ല. ഇതാണ് ഇന്നത്തെ മനുഷ്യന്മാര്. സുന്നത്തെടുക്കാൻ തുണി വെച്ച് തലയിൽ കെട്ടിയാണ് ഇപ്പോഴത്തെ ഇന്നത്തെ മനുഷ്യന്മാര്. അപ്പൊ അവനവന്റെ ലാലൊക്കെ വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പഴയ കാലത്തെ മനുഷ്യന്മാർക്ക് അതിനൊരു മടിയും ഇല്ല, ഒരു മടിയില്ല. അവർക്ക് അല്ല, കളയാകൽ തെറ്റാണെങ്കിൽ പോലും ഒരു ജനങ്ങളെ മുന്നിൽ കള ആവിട്ടുന്ന എനിക്ക് വിഷയമല്ല. ഞാൻ വേറെ സംഭവം പറഞ്ഞുതരാം. മിമ്പറിൽ ഖുതുബ ഓതുന്ന സമയത്ത് ഒരു 20 കൊല്ലം മുമ്പ് വരെ ഖുനൂത്ത് ഓതി നിസ്കരിക്കുന്നവരെ അങ്ങനെ ഇപ്പൊന്നും ആർക്കും സുബഹി കളയാനില്ലേ? ഇപ്പൊ മനുഷ്യൻ മുനാഫിക്കാണ്. ആട് കാണുന്ന കുറവാണ്, മറ്റൊരു ആട് കാണുന്ന കുറവില്ല. അള്ളാനെ പേടിയാണ്. രാവിലെ ഉറക്കം കാരണം അത് കളാവും ചെയ്തു. നമുക്ക് കുറ്റക്കാരനല്ലേ? കുറ്റക്കാരനാണ്, പക്ഷെ എത്രയും പെട്ടെന്ന് അത് കളാവ് വിട്ടാണ്. ഞാൻ കണ്ടിട്ടുണ്ട്. സുന്നത്ത് നിസ്കരിച്ച് എന്ത് ചെയ്യും? ഇന്നത്തെ പഴയ കാലത്തെ മനുഷ്യന്മാര് കൂനൂത്തൊന്നും ഒഴിവാക്കൂല. മിമ്പറിൽ ഞാൻ ഖുതുബോതുന്ന സമയത്ത് ഒരു 20 കൊല്ലം മുമ്പ് വരെ മിമ്പറിൽ ഞാൻ ഖുതുബോതുന്ന സമയത്ത് ജനങ്ങൾ അവിടെ നിന്നിട്ട് ഖുനൂത്തോതി നിസ്കാരം സുബഹി ഖളാ വിട്ടണ ഞങ്ങൾ. ഇന്ന് അങ്ങനെ മഷിട്ട് തിരഞ്ഞ ഒരാളെ കാണില്ല. അന്നൊന്നും ആർക്കും കളല്ലേ? കളല്ല. മനുഷ്യനാരാണ്? മുനാഫിക്കാണ്. മനുഷ്യനെ മാത്രമേ പേടിയുള്ളൂ. ആരെ പേടിയില്ല? അള്ളാനെ പേടിയില്ല. മനുഷ്യന്റെ മുന്നിൽ കടലാസം എന്നാക്കാണ് എല്ലാവരും. ചിന്തിക്ക്. അതെ, മനുഷ്യന്റെ മുന്നിൽ കടലാസം എന്നാക്ക. ഓരോരുത്തരും കടലാസം എന്നാക്കണം. അള്ളാഹു നമുക്ക് യഥാർത്ഥം മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അവൻ ജനങ്ങളെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നാൽ, നമ്മളെ നിസ്കാരം കടമുണ്ടോ? ആ നിസ്കാരം നമ്മൾ എന്ത് ചെയ്യണം? നിർവഹിച്ചു കൂട്ടണം. ലഅല്ലക്കും തത്തഖൂൻ. നിസ്കാരം കളയുണ്ടാവും ഉണ്ടെങ്കിൽ നിർവഹിച്ചു കൂട്ടണം. എന്തുകൊണ്ട്? നിസ്കാരം പറഞ്ഞാൽ ഭയങ്കര സംഗതിയാണ്. അല്ലാഹുവേ പടച്ചോനെ, പിടികൂടരുതേ റബ്ബേ, പിടികൂടരുതേ റബ്ബേ, പിടികൂടരുതേ റബ്ബേ, പിടികൂടരുതേ റബ്ബേ, പിടികൂടരുതേ റബ്ബേ, പിടികൂടരുതേ റബ്ബേ, പിടികൂടരുതേ റബ്ബേ. നിസ്കാരം ഭയാനകമായ സംഗതിയല്ലേ? നഷ്ടപ്പെട്ട ഭയങ്കര ബേജാറല്ലേ? ഫർളല്ലേ, മറ്റതല്ലല്ലോ. ഇവൻ ആരാ? ഇവൻ ഖായിഫാണ്. ഇവൻ അല്ലാഹുവിൽ പേടിയുള്ളവനാണ്, പേടിയാണ്. അപ്പോൾ ലഅല്ലക്കും തത്തഖൂൻ, അവൻ മുത്തഖീങ്ങളായി തീരാൻ വേണ്ടിയാണ്. ചിന്തിക്കുക. നോമ്പ് കള വിട്ടുക. കള വീട്ടിയാൽ പോലെ മുദ്ദ കൊടുക്കേണ്ടി വരും. നിസ്കാരം കള വിട്ടുക, നോമ്പ് കള വീട്ടുക, ഇതൊക്കെ അത്യാവശ്യമാണ്. ഖുർആൻ ഓതണ്ടേ? ഖുർആൻ ഓതൽ സുന്നത്താണ്. അത് ആരാണ്? മുത്തഖിക്കാ ഖുർആൻ ഓതേണ്ടത്. ഖുർആൻ മുത്തഖിയുമായി ബന്ധപ്പെട്ടതല്ല, മുഖറബുമായി ബന്ധപ്പെട്ടതാണ്. ഒരാൾക്ക് നിസ്കാര കള ഉണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യരുത്? ഖുർആൻ ഓതിക്കുത്തരുത്. ആ സമയം എന്ത് ചെയ്യണം? നിസ്കാരം കള ഓതണം. നിങ്ങൾ നല്ല ഉഷാറിലായാലേ ഞാൻ പറയുള്ളൂ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ഒരാൾക്ക് നിസ്കാരം കള ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത് എന്താ? നിസ്കാരം കള വിട്ട എന്തിനു പോകരുത്? ഖുർആൻ ഓതാൻ പോകരുത്. ഖുർആൻ ഓതൽ എന്തേ ഉള്ളൂ?
സുന്നത്തൊന്നും അള്ള പിടിക്കൂല, പിടികൂടന്നല്ല. റമദാൻ മാസം നിസ്കാരത്തിന്റെ ഖുർആൻ ഓതേണ്ട മാസമല്ലേ? ആ മാസമാണ്. ബാക്കിയൊക്കെ ലവാനാകാണെങ്കിൽ മാസമാണ്. ചോറ്റക്ക് പറഞ്ഞു അങ്ങനെ. അതെ 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 ഖുർആൻ നിനക്ക് അനുകൂലമായോ അല്ലെങ്കിൽ പ്രതികൂലമായോ ഉള്ള തെളിവാണ്. അത് നടപ്പിലാക്കുന്ന കാര്യത്തിലാണ് മോനെ, ഓതുന്ന കാര്യത്തിലല്ല. അതുകൊണ്ട് കായിമാകലാണ്. ഖുർആൻ സുന്നത്തായ സംഗതിയാണ്. ഖുർആൻ ഓതൽ ഖുർആൻ സുന്നത്ത് ഹുജ്ജത്തുൻ ലക ഔ അലൈക. നിനക്ക് അനുകൂലമായോ പ്രതികൂലമായോ ഉള്ള അള്ളാഹുവിന്റെ അടുക്കലുള്ള തെളിവാണ്, സാക്ഷി തെളിവാണെന്ന് പറഞ്ഞില്ലേ? ഈ തെളിവ് അതുകൊണ്ട് കായിമാകലാണ്. ഖുർആൻ അനുസരിച്ച് ജീവിക്കാതിരിക്കുക. ജീവിച്ചാൽ ഖുർആൻ നിനക്ക് സാക്ഷി പറയും, ഇയാൾ എന്നെക്കനുസരിച്ച് ജീവിച്ചിട്ടുണ്ട്, അല്ലെങ്കിലോ ഇയാൾ എനിക്കനുസരിച്ച് ജീവിച്ചിട്ടില്ല എന്നാണ്. അതാണ് പറഞ്ഞ വാക്കിന്റെ അർത്ഥം. ഖുർആൻ സുന്നത്താണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? നിസ്കാരം കളവുള്ള മനുഷ്യൻ ചെയ്യേണ്ടത് എന്തല്ല? പറയും മനുഷ്യന്മാരെ, എന്തല്ല? ഖുർആൻ നിസ്കാരം റമദാൻ മാസല്ലേ, ഖുർആൻ ഓതേണ്ട കാലല്ലേ? മനസ്സിലായില്ലേ? അതിപ്പോ എന്താണെന്നറിയോ? ചോറല്ലേ, അതിന് പപ്പടം വേണ്ടേ എന്ന് പറയും പോലെയാണ്. പപ്പടം വേണം, ആദ്യം ചാറുണ്ടാകണം. മനസ്സിലായില്ല? ചാറില്ല, എന്ത് കിട്ടി? പപ്പടം കിട്ടി. ചാറില്ലാതെ പപ്പടം കിട്ടുക എന്നുള്ളത് വലിപ്പത്തിലല്ല. ചാറുണ്ടെങ്കിൽ പിന്നെ ചോദിക്കേണ്ടതാണ് എന്ത്? പപ്പടം ഉണ്ടോ? ഇവിടെ എന്തെന്നല്ല, ചാറെന്നില്ല എന്നതുപോലെ ഒരു മനുഷ്യന് അടിസ്ഥാനപരമായ യോഗ്യതകളാണ് ഈ കാര്യങ്ങളെല്ലാം. ഇപ്പൊ നിസ്കാര കള്ളമുള്ള ഒരാള് എന്ത് ചെയ്യല്ല വേണ്ടത്? അല്ലക്കും തത്താഖൂൻ. നിസ്കാര കള്ള കൂട്ടണം, സക്കാത്ത് കൊടുത്തു കൂട്ടണം. അതെന്നെ ഇപ്പൊ പറഞ്ഞേ. എങ്ങനെ വെച്ച് കള്ളകൂട്ടം കഴിയുന്നാണോ നിങ്ങളെ ചോദ്യം? പരമാവധി ചെയ്യേ. എന്നിട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് വരും, നിങ്ങൾക്ക് ഞാൻ വളവ് പറഞ്ഞുതരാം. 18ാമത്തെ അടവ് എപ്പോഴും കുരുക്കള കയ്യിലുണ്ടാവും. എന്നിട്ട് കുരുക്കളൊരു കാര്യം പറയുന്നു. നിങ്ങൾ ചോദിച്ചു നീയത്ത് എങ്ങനെ വെക്കേണ്ടത് നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പൊ നിങ്ങൾ അള്ളാഹു നഷ്ടപ്പെട്ടു പോയാ എൻ്റെ ളുഹറിനെ ഞാൻ ഖളാ കൂട്ടുന്നു എന്ന് ഇന്ന ദിവസത്തെ ളുഹർ എന്ന് പറയേണ്ട ആവശ്യമില്ല. നഷ്ടപ്പെട്ടു പോയ ളുഹർ ഖളാ കൂട്ടുന്നു. 100 ദിവസത്തെ ളുഹർ ഖളാ കൂട്ടണമെങ്കിൽ കളയിട്ടുണ്ടെങ്കിൽ 100 ദിവസം 100 ളുഹർ വീട്ടണം. 100 ദിവസമല്ല, അത് കഴിഞ്ഞു പോയ ളുഹർ, നഷ്ടപ്പെട്ടു പോയ ളുഹർ ഖളാ വിട്ടുന്നു. അത് മതി, അത് മതി. അതെ, തർത്തീബ് അനുസരിച്ച് ചെയ്യലാണ് വേണ്ടത്. ഓരോ ദിവസത്തെ തീർക്കാണ് വേണ്ടത്. ഓരോ ദിവസത്തെ തീർക്കണം. അതായത് ഖളാ വീട്ടേണ്ട ശൈലി ഇങ്ങനെയാണ്. എന്ത്? ഒരു ഫജ്ർ നിസ്കരിക്കുക, പിന്നൊരു ളുഹർ, പിന്നൊരു അസർ, പിന്നൊരു മഗ്രിബ്, പിന്നൊരു ഇശ. അപ്പൊ യൗമ് കാമിലായി. പിന്നെ വീണ്ടും ഫജ്ർ, 2ാം ദിവസം അങ്ങനെ ചെയ്തു പോരുക, സുമാർ കണക്കാക്കുക. പിന്നെ ഖളാ ആയതിന് പരിഹരിച്ചു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമതിന് ഖളാ ആക്കിയതിനൊരു കുറ്റുണ്ടാവും. അത് പരിഹരിക്കാൻ ദുആ ഉണ്ട്. അതിനാദ്യം ഖളാ വീട്ടി വരുന്ന ആ ദുആ ഞാൻ പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ മരുന്ന് കുടിക്കാൻ തീരുമാനിച്ചാലല്ലേ നിങ്ങളോട് കഷായം കുടിക്കുമ്പോഴുള്ള ശർക്കരപ്പൊടിനെ പറ്റി പറയേണ്ടുള്ളൂ. നിങ്ങൾക്ക് കഷായം കുടിക്കാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടില്ല, പിന്നെ ശർക്കരപ്പൊടിയെ പറ്റി പറയേണ്ട ആവശ്യം എന്ത്? ആദ്യം നിങ്ങൾ കഷായം കുടിക്കാൻ തീരുമാനിക്കുക. എന്നാൽ പിന്നെ തൊള്ള നന്നാക്കാനുള്ള ശർക്കര ഞാൻ കാണിച്ചു തരാം. ആദ്യം നിങ്ങൾ കഷായം കുടിക്കുക. ഇത് കഷായോട്ട് കുടിക്കൂല, ശർക്കരപ്പൊടി അങ്ങനെ തിന്നു. വളവുണ്ട്, ഇനിയുണ്ട് വളവ്. ചില ദുആകളുണ്ട്, തമാശ അറിയില്ല കേട്ടോ. ഖളായിൽ നിന്ന്, ഖളാ ആയ കുറ്റത്തിൽ നിന്ന് ഒഴിവാകാൻ ചെയ്യേണ്ട ചില ദുആകളുണ്ട്. ആ ദുആ ഞാൻ പിന്നീട് പറഞ്ഞുതരുന്നുണ്ട്. ഒറ്റ വാക്കും തീരില്ല. നിങ്ങൾ ഈ കൊല്ലത്ത്
ഹാജര്. അങ്ങനെ നമ്മൾ അറിയരുത്. നമ്മളാൽ കഴിയുന്നത്ര നമ്മൾ എന്ത് ചെയ്യണം? കളൗട്ടണം. അത് ചെയ്ത നിസ്കാരം അള്ളാഹു സ്വീകരിച്ചിട്ടില്ല എന്ന് ബോധ്യമായാൽ അവിടെ തജ്ദീദ് സുന്നത്തുണ്ട്. ആ സുന്നത്തുള്ള പുതുക്കി നിസ്കരിക്കൽ. പക്ഷെ നമുക്ക് ബോധ്യപ്പെടുക എന്നുള്ളത് നമ്മളൊരു ധാരണയാണ്. നമ്മളെ ബോധ്യപ്പെടൽ ബോധ്യമല്ല, ധാരണയാണ്. അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടാവില്ല. പരമാവധി നമുക്ക് ചെയ്യാനുള്ളത് എന്താ പറയുക, പുതുക്കി ചെയ്യൽ. അവിടെ ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ പിന്നെ നിങ്ങളാ പറഞ്ഞ അതല്ല. അതായത് നിങ്ങൾ സ്വീകരിക്കലല്ല ചോദ്യം, സഹീഹാകലാണ്. മടക്കൽ നിർബന്ധം. ഞങ്ങൾ കബൂലിയത്താ ചോദിച്ചത്, കബൂലിയത്തല്ല. നമ്മൾ ചെയ്തു പോയ അമല് അള്ളാഹു കബൂലാക്കിയില്ല എന്ന് തോന്നൽ വേറെ, സഹീഹാകൽ വേറെ. നിങ്ങൾ പറഞ്ഞത് കബൂലുമായി ബന്ധപ്പെട്ടതല്ല, സ്വഹീഹുമായി ബന്ധപ്പെട്ടതാണ്. അത് മടക്കൽ നിർബന്ധം, മടക്കൽ നിർബന്ധം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോപ്പ് അങ്ങനെയല്ല. അപ്പൊ ഞാൻ ളുഹ്ർ നിസ്കരിച്ചു, അപ്പൊ അത് വേണ്ടത്ര ഖുശൂഅ ഇല്ലാന്ന് എനിക്ക് തോന്നിപ്പോയി. എന്നാൽ മടക്കൽ സുന്നത്തുണ്ട്. ഒന്നും കൂടി ഖുശൂഅോടുകൂടി നിസ്കരിക്കൽ. മടക്കൽ എന്തില്ല, നിർബന്ധമല്ല, എന്തേ ഉള്ളൂ, സുന്നത്തേ ഉള്ളൂ. ജംറക്കൊരു മടക്കലില്ല. ജംറന്റെ സമയം കഴിഞ്ഞാൽ ഇല്ല, അതിന് ഫിദാ കൊടുക്കണം, ഫിദിയ കൊടുക്കണം, അർത്ഥം കൊടുക്കണം. അപ്പൊ ചുരുക്കത്തിൽ ചിന്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിയായി ഇങ്ങനെ തരട്ടെ. ശരിക്കും ചിന്തിക്കും. അപ്പൊ എന്താ ഈ പറഞ്ഞതിൻ്റെയൊക്കെ താല്പര്യം? സുന്നത്തിന്റെ പിന്നാലെ പായണ്ട. എന്നാ സുന്നത്ത് വേണം ആർക്ക്? നമ്മൾ തറയിൽ ഉറക്കണ്ടേ? തറയിൽ ഉറച്ചിട്ട് തന്നെ ചുമര് വെക്കുക. തറയുന്നുണ്ടോ? ഫർളല്ലേ വലിയ കാര്യം. ഞങ്ങൾ ആരും തറാവി നിസ്കരിക്കണ്ട എന്നല്ല പറയുന്നത്. നമ്മളിങ്ങനെ കൂട്ടത്തിൽ കൂടി പോവുകയാണ്. കൂട്ടത്തിൽ കൂടി അങ്ങനെ നടന്ന് മുത്തഫരിദ് നൂറിൽ അവസാനം മീസാനും സഞ്ചാനും അജിനാസും ഒന്നും ഒരാൾ ഓതിയിട്ടില്ല. ഓൻ കുപ്പായ കയ്യും ഇങ്ങനെ നീട്ടി വന്നാണ്ട് വലിയൊരു കുപ്പായം അവിടുന്ന് പീടിന്ന് വാങ്ങിയിട്ട് ഫത്തുൽമീനൊക്കെ ഓതുന്ന അപ്പാണ്ട് കൂടി അങ്ങനെ ഓനാണ്ട് പോയി മൂല്യരായി. എങ്കിൽ ഓനെ പള്ളിയിൽ ഇമാമത്ത് നിർത്താൻ പറ്റൂല. കാരണം പിന്നെ എന്തില്ല, ബേസില്ല. നീളം കുപ്പായ ഓനുണ്ട്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. എനിക്ക് വയസ്സൊക്കെ കുറച്ചായല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓൻ എന്താ കണ്ട വലിയ മൂല്യന്മാരെ കൂട്ടത്തിൽ കൂടാൻ പറ്റൂല. ഇവന്റെ ഒരു അപാകത ഉണ്ട്. എന്ത്, ഇവൻ നേരത്തെ കാലത്തെ ഓതിയില്ല. എന്നാലും ഓതി തുടങ്ങുമ്പോ എന്തെല്ലാം തുടങ്ങേണ്ടത് മുത്തഫരിദ് തന്നെയാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. ഒരുത്തൻ ഓതി തുടങ്ങാൻ നേരം വൈകി പള്ളി ദർസിൽ വന്ന് നോക്കുമ്പോൾ വലിയ വലിയ ഓല വലിപ്പുള്ള വലിയ വലിയ മൂല്യന്മാരാണ്. അവരിങ്ങനെ ഓതന എന്താന്ന് വെച്ചു, ഒരു മാന്യ തുഴഫ ജമ്മൊക്കെയാണ്. അവൻ വലിപ്പമൊക്കെ നോക്കിയപ്പോൾ വലിയ കുപ്പായ തൊട്ട് തലിക്കെട്ട് കെട്ടി അവിടെയാണ് കുത്തുന്നത്. പിന്നെ അടുത്ത പള്ളിയിൽ ചെന്ന് ചോദിച്ചു, നിങ്ങൾ എന്തൊക്കെ ഓതിയിട്ടുണ്ട്? ഞാൻ ജമ്മ മാന്യ തുഴഫ ഇതൊക്കെ ഓതിയിട്ടുണ്ട്. എന്നാ പിന്നെ വലിയ പള്ളിക്കല ഇമാം ആക്കാൻ വിചാരിച്ച് കൊത്തുമ്പ് ഓതിയാൽ ഒരക്ഷരം നേര് ഓതൂല. എന്തുകൊണ്ട്? മൂപ്പർക്ക് എന്തില്ല, അടിത്തറല്ല, ജാറുമറുഫുമാണ്. മൂപ്പർക്ക് അടിത്തറ തന്നെയല്ല. നമ്മൾ ആളുകൾ പള്ളിയിൽ തറാവിയ നിസ്കരിക്കാൻ പറഞ്ഞ് നമ്മളും കൂടി പോയി ചേരണ്ട. നമ്മൾ എന്ത് നോക്കണം? നമ്മൾ മുത്തഫരിദ് ആവുതന്നെ വേണം. ഇക്കൊല്ലം നമുക്ക് തൽക്കാലം എന്തിനു പറ്റൂല, തറാവി കൂടാൻ കഴിയൂല. നമ്മൾ മുത്തഫരിദ് തുടങ്ങുക. നൂറുൽ അബ്സാർ മുത്തഫരിദ് എല്ലാം ഇങ്ങോട്ട് ഓതി ഭയങ്കര ഓതി ഇക്കൊല്ലം. അടുത്ത കൊല്ലെങ്കിലും എന്താകണം, മറ്റൊരൊപ്പം കൂടേണ്ടതാണ്. മനസ്സിലായ പറഞ്ഞത്? ഒരു കൊല്ലം അങ്ങനെ നമ്മൾ മെനക്കെട്ട് നയിച്ചു. എന്തിന്? അടുത്ത തറാവീന് പുലപ്പാണ് കൂടാൻ. അപ്പൊ ആ കൂടലിനൊരു ബലിയുണ്ട്. അപ്പൊ മറ്റേ അയമ്മൂട്ടി വന്നു, ഓന് നമ്മളെ പോലെയാണ്, ഓൻ കഴിഞ്ഞൊല്ലം വന്നിട്ടില്ല. അപ്പൊ അയമ്മൂട്ടി നിസ്കരിക്കാൻ നമ്മളെ പഴയ ചങ്ങാതി
പുതിയ നിസ്കാരം തുടങ്ങുന്ന അമ്മൂട്ടി നിസ്കരിക്കാൻ വേണ്ടി വന്നാൽ ആ അമ്മൂട്ടിനോട് നമ്മൾ എന്ത് പറയും? അമ്മൂട്ടിയെ ഈ കൂട്ടത്തിലല്ല, ഇതിനപ്പുറത്ത് വേറെ ഒറ്റ നിസ്കാരം ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ കൊല്ലം ഇങ്ങോട്ട് കയറിയതാണ്, ഞാൻ അങ്ങോട്ട് ഇറങ്ങിക്കോ. ഫർദ് നിസ്കാരം കളയുള്ള ഒരാൾക്ക് സുന്നത്ത് നിസ്കാരം ഹറാമാണ്. നോമ്പ് കളാം ആയി പോയിട്ടുണ്ട് എങ്കിൽ ഏകദേശം എണ്ണം കണക്കാക്കാൻ നിസ്കാരത്തിനേക്കാൾ എളുപ്പം കണക്കാക്കാൻ കഴിയും. എന്ത്? നോമ്പ്. നിങ്ങൾ കുറച്ച് അമിതമായി പിടിച്ചോളി, എന്നിട്ട് മുദ്ദ് തെഹീറിന്റെ മുദ്ദ് കൊടുക്കുക, കളാ കിട്ടും ചെയ്യുക, തെഹീറിന്റെ മുദ്ദും കൊടുക്കുക. അങ്ങനെ അതെ 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 10 വർഷം മുമ്പുള്ള നോമ്പ് ആണ് നോക്കുക. 10 വർഷം മുമ്പ് നിങ്ങൾക്ക് ഒരു നോമ്പ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ഒരു നോമ്പ് ഉദാഹരണം പറയാം, ഒരു നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് അടുത്ത റമദാൻ വരുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക? ആ നോമ്പ് കളാ വിട്ടുക. 10 വർഷം മുമ്പാകുമ്പോൾ എന്ത്? 9 തെഹീറിന്റെ മുദ്ദ് കൊടുക്കേണ്ടി വരും. 800 മില്ലി ലിറ്റർ ഇൻറ്റു 9 സമം എത്ര? 72 കിലോ. ഒരു നോമ്പിന് എത്ര കൊടുക്കേണ്ടി വരും? 72 കിലോ. ആ നോമ്പ് കളാ വിട്ടും വേണം. 72 കിലോ അരി കൊടുക്കണം. 10 കൊല്ലം മുമ്പുള്ളതിന് അത്ര കൊടുക്കാനൊക്കെ കഴിയോ? അന്ന് കുതിര വിടാൻ കഴിഞ്ഞിരുന്നല്ലോ. അന്ന് നോമ്പ് കൊടുക്കാതെ കുതിര വിടാൻ കഴിഞ്ഞിരുന്നില്ലേ? എങ്കിലും ഇത് കൊടുക്കാനും കഴിയും. ഈ മുദ്ദുൻ നബവിയിൽ ചെറിയ ഒരു 9 കൊല്ലത്തിന്. ഓക്കെ ഓക്കെ, ശരി, കറക്റ്റ്. അപ്പുറം കറക്റ്റ്. 10 കൊല്ലത്തിന് 800 മില്ലി ലിറ്റർ. പിന്നെ 10 കൂട്ടിക്കോളി, 72 വരൂല. എത്ര? 7200. കറക്റ്റ്, അത് കറക്റ്റാണ്. 7200. 9 കൊല്ലത്തിന് 7200. അതെ, കറക്റ്റാണ്. പക്ഷേ 7200 എന്നത് എന്തിനാണ്? ഒരു നോമ്പിനാണ്. കുറച്ചുണ്ടാവും. അതെ, കുറച്ചുണ്ടാവും. ചിലപ്പോൾ പാലക്കാട് നിന്ന് വലിയ വണ്ടി ഏൽപ്പിക്കേണ്ടി വരും. സാമ്പത്തികമായി കഴിവില്ലെങ്കിൽ അതിനൊരു മഗ്ഫിറത്ത് പറയാൻ കഴിയൂല എനിക്ക്. കഫാറത്തിന് അതിന് മഗ്ഫിറത്ത് എന്നാ കളാ വീട്ട കൊടുക്കുന്നത്ര കൊടുക്കുക. എന്നിട്ട് അവന്റെ ഭാര്യക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിലെങ്കിലും ആ നിയത്ത് ചെയ്യാം. ഒരാൾ ഒരു തെറ്റ് ചെയ്തു, പ്രായശ്ചിത്തമായി ഫിദിയ കൊടുക്കണം. അപ്പൊ റസൂലുള്ള ഫിദിയ കൊടുക്കാൻ പറഞ്ഞു. അയാൾക്ക് ഫിദിയ കൊടുക്കാൻ കഴിയൂല. അപ്പൊ അയാൾ അവിടെ ഇരുത്തി റസൂലുള്ള. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കാരക്ക കൊട്ട നിറച്ച ഒരാൾ കാരക്കയും കൊണ്ടുവന്നു. അപ്പൊ റസൂലുള്ള അയാൾക്കത് കൊടുത്തു. ഇത് സ്വതക്ക ചെയ്തിട്ട് ആ കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ നബിയോട് അയാൾ പറഞ്ഞു, അരാ അഫ്കറമിന്നി, ഞാൻ എന്നെക്കാൾ വലിയ ദരിദ്രനായ ആൾക്കല്ലേ സ്വതക്ക് കൊടുക്കേണ്ടത്? ഞാൻ അതേന്ന് പറഞ്ഞു. ഫഖാല, അപ്പോൾ അയാൾ പറഞ്ഞു, മാബൈന ഹാത്തൈനി ലാബത്തൈനി അഫ്കറമിന്നി, ഈ 2 മലയുടെ ഇടയിൽ എന്നെക്കാൾ ഒരു ദരിദ്രൻ ഇല്ലാറല്ലേ നബിയൻ. അപ്പോൾ പറഞ്ഞു, അന്ത വഴിയാടുക്ക, കുടുംബത്തിന് കൊണ്ടേ തീറ്റിയാറുന്നു. കുടുംബത്തിന് കൊണ്ടേ തീറ്റി, എന്നിട്ട് എങ്ങനെ രക്ഷപ്പെടുകയാണ്? ഒന്നിനും കഴിയാത്തൊരവസ്ഥ വന്നാൽ സ്വന്തം ഭാര്യക്ക് കൊടുക്കുന്ന ഭക്ഷണമെങ്കിലും പ്രായശ്ചിത്തമാണെന്ന് എത്തിക്കണം, എന്നിട്ട് രക്ഷപ്പെടണം. കുട്ടി പ്രസവിച്ച സമയത്ത് എന്ന് പറഞ്ഞാൽ നിഫാസ് രക്തമല്ലേ? നിഫാസ് രക്തം എന്ന് പറഞ്ഞാൽ വാലിബിന് 40 ദിവസമാണല്ലോ നോമ്പ്. നിഫാസ് കാലഘട്ടത്തിൽ ഒരു പെണ്ണിന് നോമ്പ് കളയായാൽ നോറ്റ് വീട്ടാൻ പിന്നെ അവൾക്ക് 11 മാസമല്ലേ കുട്ടി? ഈ 11 മാസവും നോറ്റ് വീട്ടിയിട്ടില്ലെങ്കിൽ അടുത്ത റമദാൻ വന്നാലാണ് എന്തുണ്ടാവുക? ഫിദിയ 800 മില്ലി ലിറ്റർ. ഇല്ലല്ല, വേണ്ട, നോമ്പൊന്നും തന്നെ മതി. നോമ്പൊറ്റ മതി. ഒരു നോമ്പിന് ഒരു നോമ്പ്. പക്ഷെ ഫിദിയ കൊടുക്കണം. തെഹീർ ഇങ്ങനെ കൂടും. ഒരു കൊല്ലത്തിനാകുമ്പോൾ 800 മില്ലി ലിറ്റർ, 2 കൊല്ലത്തിനാണെങ്കിൽ 1600, 3 കൊല്ലത്തിനാണെങ്കിൽ 2400, ഇങ്ങനെ പോകും. അങ്ങനെ നോമ്പ് വർദ്ധിക്കൂല. നോമ്പൊന്നെ.
ചിന്തിക്ക്. എങ്ങനെ 2 നോമ്പാവും? അത് തെറ്റി. ഒരു നോമ്പിന് ഒരു നോമ്പെന്നേ ഉള്ളൂ. പക്ഷെ ഫിദിയ തഹീറിന്റെ ഫിദിയ ബിഹസബി സനവാത്തി, കൊല്ലങ്ങൾക്കനുസരിച്ച് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അവസാനിപ്പിക്കാണ്, ബാക്കി അടുത്ത ക്ലാസ് പറയാം. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? നമ്മൾക്കുള്ള ബാധ്യതകളെ നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കണം. കുറെ ഖുർആൻ ഓതാൻ നോക്കല്ല, അത് ഓതേണ്ടവരില്ലേ ഉണ്ട്. പക്ഷെ റഹീമായ റബ്ബ് ഒരാൾ ഈ കൊല്ലം എന്ത് ചെയ്തെന്നറിയോ? ഈ കൊല്ലം തറാവീഹിനെ കൂടിയില്ല. ആ സമയമൊക്കെ പള്ളിയിൽ ഇരുന്നിട്ട് എന്ത് ചെയ്യും? കലാവ് കലാവാണ് കൂട്ടും. അടുത്ത കൊല്ലത്തിന് മുമ്പ് അയാൾ മരിച്ചു നിൽക്കാം. ദിവസം റമളാൻ കഴിഞ്ഞിട്ടും കലാവൂട്ടന്നെ എന്റെ അടുത്ത കൊല്ലത്തെ തറാവീഹിലെങ്കിലും കൂടണല്ലോ എന്ന് വിചാരിച്ച് റമളാൻ കഴിഞ്ഞിട്ട് മുമ്പ് എന്തുമല ഒരുങ്ങി. ഒരു ജുസ് ഖുർആൻ ഓതാൻ ഒരു സൗകര്യം കിട്ടിയാൽ ഒരു ജുസ് ഖുർആൻ ഓതാനല്ല നോക്കേണ്ടത്, ഒരു ദിവസത്തെ നിസ്കാര കലാവൂട്ടാനാണ്. കാരണം അത് സുന്നത്താണ്. ഇപ്പോൾ നാടുകളിൽ പള്ളിയിൽ ഇമാമിനെ മാറ്റി നിർത്തി ബാംഗ്ലൂരിൽ നിന്നും ബംഗാളിൽ നിന്നും ബീഹാറിൽ നിന്നും വരുന്ന ഹാഫിളീങ്ങളെ നിർത്തി ഖത്തം ഓതി തീർത്തു തറാവീഹിൽ നിസ്കരിക്കുന്നു. ദീർഘനേരം നിന്ന് നിസ്കരിക്കാൻ കഴിയാത്തവരെ പരിഗണിക്കാട്ടെ. ഇതിന്റെ വിധി എന്ത്? തെറ്റാണ്. ഇത് ചെയ്യണമെങ്കിൽ ദീർഘനേരം ആളുകൾ പ്രതീക്ഷിക്കുന്ന പൊതുവായ പള്ളിയായിരിക്കണം. ഉദാഹരണം മസ്ജിദുൽ അഖ്സ, മസ്ജിദുൽ നബവി, മസ്ജിദുൽ ഹറാം. അവിടെ ദീർഘമായി ഓതാം. കാരണം അത് പരിഗണിക്കുന്ന ആളുകളാണ് അവിടെ വരിക. ഒരു കറിയ, ഒരു ഗ്രാമം. ഇപ്പൊ നമ്മളെ നാടുകളൊക്കെ ഗ്രാമങ്ങളാണ്. ആ ഗ്രാമങ്ങളിൽ സാധാരണ ജമാഅത്തിന് വരുന്ന ആളുകളെ പരിഗണിക്കാതെ ഇമാം നീട്ടി ഓതാൻ പാടില്ല. കാരണം അവൻ ഈ സുന്നത്ത് ഒഴിവാക്കാം. എന്ത് പറയാൻ പറ്റൂല? അതിന് കഴിയാത്തവർ ഇങ്ങോട്ട് വരണ്ടെന്ന് പറയാൻ പറ്റൂല. കാരണം അവർക്ക് ഇതല്ലാതെ ആശ്രയിക്കാൻ പറ്റൂല. അവർ ബലഹീനരായിരിക്കും. അവരവിടെയാണ് ആശ്രയിക്കുക. എന്നാൽ അവര് തൃപ്തിപ്പെടുകയും പുതിയ ആളുകൾ വന്നു ചേരാൻ ഏകദേശ ധാരണയും ഉണ്ടെങ്കിൽ നീട്ടാം. മനസ്സിലായില്ല? ഇപ്പൊ മനസ്സിലാണ്ട് പറഞ്ഞ അത് അങ്ങനെ തന്നെ ഫത്വൽ മുഈൻ അങ്ങനെ തന്നെ പറയുന്നുണ്ട്. ജമാഅത്തിൽ വാവിലുണ്ടല്ലോ, വിശദമായി പറയുന്നുണ്ട്. അവിടെ തന്നെ ഫത്വൽ മുഈൻ പറയുന്നുണ്ട്. ഉദാഹരണം പറയാം. പിന്നെ ഇപ്പൊ നമ്മൾ ജമാഅത്ത് തുടങ്ങുമ്പോ 10 ആളുണ്ട്. ഇനിയിപ്പോ തൽക്കാലം ഒരാൾ വരാനുള്ള സാധ്യതയൊന്നും സാധാരണഗതിയിൽ ഇല്ല. അപ്പൊ ഞാനൊരു അര ജുസ് ഒരു റക്കായത്തിനും അര ജുസ് മറ്റേ റക്കായത്തിനും അങ്ങനെ 2 റക്കായത്തിനും ഒരു ജുസ് തീർക്കൂട്ടോ, ആയിക്കോട്ടെ. അങ്ങനെ സ്കെച്ചു. അവരൊക്കെ സമ്മതപ്രകാരം ഒരു തെറ്റുമില്ല. ഇനിയും ആളുകൾ വരാൻ സാധ്യതയുണ്ട്. അവരിതിന്റെ പരിസരവാസികളാണ്. അവരിതിനെ ആശ്രയിക്കുന്ന ജമാഅത്തുകളുമാണ്. അവരിൽ ജമീനുണ്ട്, കാല് കുഴഞ്ഞോര്, മരീലുണ്ട്, രോഗി, ലൈഫുണ്ട്, ബലഹീനൻ. അവരെ പരിഗണിക്കാതെ ഓത്ത് നീട്ടാൻ പാടില്ല. അതേ സമയത്ത് തുമഇനിനത്ത് പോലും ഇല്ലാത്ത ഒരു പാച്ചില് ഉണ്ട്. അതോട്ട് പാടില്ല. മനസ്സിലായില്ല? എന്ത്? സുജൂദിലും റുക്കൂഇലും അഖല്ല് ഖദ്ർ 3 സുബ്ഹാനല്ലാഹ്, സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി 3 മറാത്തിൻ ഫി റുക്കൂഇ വഫി സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി സുജൂദിൽ 3 മറാത്തിൻ. ഇതാണ് അഖല്ല് ഖദ്ർ. മുത്തസവ്വിഫീങ്ങളായ ഇമാമികൾ അതിനേക്കാൾ കുറഞ്ഞാൽ സുജൂദിനെ പരിഗണിക്കുന്നില്ല. അടക്കടയ മാത്രം പോലെ. അത് സിഹത്തുമായി ബന്ധപ്പെട്ടതാണ്, കബൂലിയത്തുമായി ബന്ധപ്പെട്ടതല്ല. കബൂലിയത്തിനെ ചുരുങ്ങിയത് എന്ത് ചെയ്യണം? 3 സുബ്ഹാനല്ലാഹ് ഉണ്ടാവും. എങ്ങനെ സർ? അതും വേറെ പ്രശ്നം. അതതിനും വലിയ പ്രശ്നം. അതെ, അതതിലും വലിയ പ്രശ്നം. അത് കറക്റ്റാണ് പറഞ്ഞത്. ആ ഉസ്താദ പറഞ്ഞ 100 വട്ടം കറക്റ്റാണ്. എന്തുകൊണ്ട്
ഒരു ശബ്ദം മാത്രമേ ഉണ്ടാവും. ഈ പറഞ്ഞ ഹാഫിദീങ്ങൾക്ക് ഇൽമുണ്ടാവില്ല. എന്ത് മാത്രം അറിയും? ഹാഫിദീങ്ങളായിരിക്കും. അവർക്ക് ഷർത്തും ഫർദും അറിയൂല. ഒന്ന്, അവരെ മദ്ഹബ് തന്നെ വേറെ. അവര് ഹനഫി മദ്ഹബ് പഠിച്ച വരുന്നത് എന്തല്ല, മൗമൂമിങ്ങൾ ആരാണ്? ഷാഫിയാക്കളാണ്. പിന്നെ അവർക്ക് ഫിഖ് തീരെ അറിയൂല. ഒന്ന്. ഇനി അതിന്റെ അപ്പുറത്തൊന്നും അതൊന്നും അല്ല ഉസ്താദെ. മൂന്നാമത്തെ കുറ്റം, സൗത്ത് മാത്രം ഉണ്ടാവും, തജ്വീദ് ഉണ്ടാവില്ല. അതെ 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 ഓരോ കാര്യങ്ങൾക്കനുസരിച്ച് മാറും. അതെ അതെ അതൊക്കെ ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഒരു ഫാഷൻ വന്നതാണ്. ഒരു ഫാഷൻ. ഇത് രണ്ടിന്റെ ഇടയിലാണ് കാര്യം കിടക്കുന്നത്. അവസാനിപ്പിക്കണം, ബാക്കി അടുത്ത ക്ലാസ് പറയാം. അപ്പൊ എന്താ ഇതിന്റെയൊക്കെ അർത്ഥം എന്നറിയോ? അള്ളാഹു പിടികൂടാത്ത ഒരവസ്ഥയിലേക്ക് അബ്ദ് ശ്രദ്ധിച്ചിട്ട് പിടികൂടുന്ന തെറ്റുകളെ ഒഴിവാക്കി, പിടികൂടുന്ന വാജിബുകളെ പരിഹരിച്ച്, പിടികൂടുന്ന ഹറാമുകളെ ഒഴിവാക്കാനുള്ള ഒരു കാലമാണ് എന്ത്? റമദാൻ. അതാണ് ലഅല്ലകും തത്തഖൂൻ. അടുത്ത ക്ലാസ് ഉണ്ടാവും അടുത്ത ഞായറാഴ്ച. ലാസ്റ്റ്, ഈ കൊല്ലത്തെ ലാസ്റ്റ് ക്ലാസ്. പിന്നെ നോമ്പ് കഴിഞ്ഞിട്ട് ഉണ്ടാവും. സൗകര്യപ്പെട്ടാൽ നോമ്പിനൊരു ഖുർആൻ ക്ലാസ് ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. ഇല്ലേ, റമദാനിലെ ക്ലാസ് ഉണ്ടാവും. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى ال سيدنا محمد. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا أصلحنا وأصلح أولادنا بما أصلحت به عبادك الصالحين. فرسولنا ربنا لك لنا ناكي لك شكر